പിന്നെ ആരെ പുത്രന്മാരുടെ കഥ ഉണ്ടായില്ലേ? അതെങ്ങനെയുണ്ടായി? ഉണ്ടായി, പുത്രൻ ഉണ്ടായി. അദ്ദേഹത്തിന് 2 പുത്രന്മാരായിരുന്നു, പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന് പറയും. അതിൽ ഈ പ്രിയവ്രതൻ അങ്ങനെ ഗുരുകുലത്തിലൊക്കെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഉത്താനപാദനാണ് പിന്നെ പഠിക്കണം. ഉത്താനപാദന്റെ കഥ ആദ്യം അങ്ങോട്ട് പറയാമെന്നും പറഞ്ഞു. ഈ ഉത്താനപാദൻ എന്തേ ചെയ്തു വെച്ചാല്, അദ്ദേഹം ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാലത്ത്, രാജാവായിട്ട് കഴിയുന്ന കാലത്ത് ഇദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. സുരുചി എന്നും സുനീതി എന്നും പറഞ്ഞിട്ട് 2 ഭാര്യമാര്. ഈ 2 ഭാര്യമാരിലായിട്ട് ഓരോ പുത്രന്മാരും ഉണ്ടായിരുന്നു. സുരുചിയിലെ ഉണ്ടായ പുത്രന്റെ പേരാണ് ഉത്തമൻ എന്ന് പറയും. സുനീതിയിൽ ഒരു പുത്രൻ ഉണ്ടായി, ആ പുത്രന്റെ പേരാണ് ധ്രുവകുമാരൻ എന്നും പറയും. ഇങ്ങനെ ഈ 2 പുത്രന്മാരും 2 ഭാര്യമാരുമായിട്ട് രാജാവ് ഇങ്ങനെ കഴിച്ചു കൂടുന്ന കാലത്ത് ഒരു ദിവസം എന്താ ചോദിച്ചാൽ, രാജാവിന് അച്ഛൻ 2 ഭാര്യമാരുണ്ടെച്ചാലും 2 ആളോടും ഒരുപോലെയൊന്നുമല്ല. 2 ആളോടും രണ്ടിച്ചിട്ടുള്ള ബുദ്ധിയാണേ. അത് ആ ഭാര്യമാരുടെ പേരും പോലും നോക്കിയാൽ പിടുത്തം കിട്ടും. ഒരാളുടെ പേര് സുരുചി. സുരുചിച്ചാലോ സുഷ്ഠുരുചി, നല്ല രുചിയാ. രുചിച്ച അർത്ഥം എന്താ? ഇഷ്ടം. നമ്മൾ രുചി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടമായി എന്നല്ലേ അർത്ഥം. ഇഷ്ടക്കാരി. രാജാവിന്റെ ഇഷ്ടക്കാരിയാണ് ആര്? ഈ സുരുചി. മറ്റേതിന്റെ പേര് സുനീതി എന്നാണ്. സുനീതി എന്താ അർത്ഥം? സുനീതി, സുഷ്ഠു നീതി, നല്ല നീതിയാ. നീതി എന്താ? ധർമ്മം. നീതി സ്റ്റോർ എന്ന് കേട്ടിട്ടില്ലേ? സ്റ്റോറിൽ നീതി ഉണ്ടോന്ന് അറിയില്ല, കേട്ടിട്ടില്ലേ പേര്? അതന്നെ. നീതിച്ച ധർമ്മാണേ. ഈ ധർമ്മം രാജാവിന്റെ ഇഷ്ടക്കാരിയല്ല അവള്. ആര്? സുനീതി. അത് വെച്ചാൽ നമുക്ക് നീതിയോടും ധർമ്മത്തിനോടും ഒക്കെ എപ്പോഴും ഒരു 2ാം തരാണല്ലോ. മനസ്സിലായില്ല? നീതി ധർമ്മം. ഇവിടെ ഇരിക്കരുത്, അപ്പൊ നമുക്ക് ഇതവിടെ ഇരുന്നാലും, ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടാണ്ട പോയിക്കോളും. ഇത് പറഞ്ഞാൽ നമുക്ക് തോന്നും ശരിയല്ലേ? ഇത് ഹെൽമെറ്റ് വെച്ചിട്ട് വണ്ടിയിൽ പോകണം, അപ്പൊ നമുക്ക് ഒന്ന് വെക്കേണ്ട പോയാൽ എന്താന്ന്. എല്ലാവരും ഇനി വെക്കേണ്ട പോയാൽ മതി, അപ്പൊ നമുക്ക് ഒന്നൊന്ന് വെച്ചിട്ടേ പോലും. നീ എന്താ ചെയ്യാ? നമുക്ക് അങ്ങനെ ഒരു തോന്നല്. അത് പണ്ട് പോലീസുകാരനെ ഒരുത്തിനെ പിടിച്ചിട്ട് ചോദിച്ചു, എന്തിനാടാ നാട്ടിൽ നിയമം, എന്തിനാടാ നിയമം ചോദിച്ചു. അപ്പം പറഞ്ഞു ലംഘിക്കാൻ എന്നും പറഞ്ഞു. നിയമം എന്തിനാ? നിയമം ഉണ്ടെങ്കിലല്ലേ ലംഘിക്കാൻ പറ്റുള്ളൂ, നിയമം ഇല്ലെങ്കിൽ ലംഘിക്കാൻ പറ്റുമോ? ഇതാണ് നാടിന്റെ ഗതി. ഇപ്പൊ സുനീതി പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതെപ്പോഴും എങ്ങനെയാണ്? ചില ദിക്കിൽ പോയാൽ കാണാം, ഇവിടെ തുപ്പരുത് എന്ന് കാണാം. ജനിച്ചതിന്റെ ശേഷം തുപ്പാത്തവനും ആ ബോർഡും തുപ്പിയിട്ടേ പോവുള്ളൂ. എന്താ കാരണം? ആ അരുതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് തോന്നുമെന്ന് ചെയ്താൽ എന്താണ്? ഇത് ലോകത്തിന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സുനീതി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതുകൊണ്ട് ധർമ്മത്തിന്റെ ഒരു സമ്പ്രദായം ആയതുകൊണ്ട് സുനീതിയോട് വലിയൊരു താല്പര്യം ആർക്കില്ല, രാജാവിനില്ല. അതുകൊണ്ട് സുനീതിയുടെ മകനോടും ലേശൊരു അങ്ങനെയൊന്നും ഉണ്ട്. സുരുചി ഇഷ്ടക്കാരി ആയതുകൊണ്ട് ഈ സുരുചിയുടെ മകൻ ഇങ്ങനെ കൊഞ്ചിക്കും, നല്ലോണം കൊഞ്ചിച്ചും കുഴയിച്ചും ആടിച്ചും പാടിച്ചും കൊണ്ടിടക്കും. എന്തിനാശുണ്ടോ? അതായത് കുട്ടികളെ പാട്ടി പിടിച്ചാൽ മുതിർന്നവര് പാട്ടിലേക്കോളും. മനസ്സിലായില്ല? മുതിർന്നവരെ വല്ലവരെയും പാട്ടി പിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ചോണ്ടോ? കുട്ടികളെ എങ്ങനെ എടുക്കുക, കൊഞ്ചിക്കുക, മുള്ളിക്കിടുക, പിടിക്കുക. മുള്ളിക്കിട്ട് പിടിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവില്ല. കൊഞ്ചിച്ച് ആടിച്ച് പാടിച്ച് കൊണ്ട് നടന്നാൽ ആർക്കും ഇഷ്ടാവും? ആ കുട്ടിയുടെ ഉടമസ്ഥ ഉണ്ടാവില്ല, അതിന്റെ അമ്മ അച്ഛനാരാച്ച അതിനും ഇഷ്ടാവും. അത് പണ്ട് അച്ഛൻ ഇങ്ങനെ കുട്ടിയെടുത്ത് ഇങ്ങനെ നിൽക്കുക, നട്ടുച്ചയ്ക്ക് മരത്തിന്റെ ചോട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഓടി ചെന്നിട്ട് പറഞ്ഞു, ഔ എന്താ അല്ലേ കുട്ടന്റെ ആ മുഖം കണ്ട് കണ്ടാൽ ചന്ദ്രൻ ഉദിച്ച മാതിരി ഉണ്ട് അച്ഛന്റെ അതേ മുഖം. അച്ഛന്റെ മുഖം നട്ടുച്ചയ്ക്ക് കാണണമെങ്കിൽ ടോർച്ചടിച്ച് നോക്കണം. അച്ഛൻ്റെ ഒക്കെ കേൾക്കണ്ട, നമ്മൾ പറയുകയും ചെയ്യും, എന്താ കുട്ടന്റെ ആ കണ്ണൊക്കെ കണ്ടാൽ കരിങ്കൂളപ്പൂവ് ഇങ്ങനെ വിരിഞ്ഞ മാതിരി അച്ഛന്റെ അതേ കണ്ണ. അച്ഛന്റെ ഒരു കണ്ണ് പടിഞ്ഞാട്ട് ഒന്ന് കിഴക്കോട്ട്. ഇതൊക്കെ അച്ഛൻ കേൾക്കണ്ട. ഓ എന്താ പറയാ, കുട്ടന്റെ ചുണ്ടൊക്കെ ഇങ്ങനെ കണ്ടാൽ തൊണ്ടിപ്പഴം പോലെ ഉണ്ട് അച്ഛന്റെ അതേ ചുണ്ട്. അച്ഛന് 3 ചുണ്ടാ. അച്ഛനും കേൾക്കേണ്ടതൊക്കെ. കുട്ടന്റെ ആ പല്ലൊക്കെ കണ്ടാലുണ്ടല്ലോ, എന്താ പല്ല്, മുല്ലമൊട്ട് വിരിഞ്ഞ മാതിരി ഉണ്ടല്ലോ ആ പല്ല്. അച്ഛന്റെ അതേ പല്ല്. അച്ഛന്റെ പല്ലൊക്കെ സർവേക്കല്ലിന് ലോറി കുത്തിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും. വായ അടയ്ക്കണമെങ്കിൽ റബ്ബർ ബാൻഡ് വേണം. ഇതൊക്കെ അച്ഛൻ കേൾക്കണ്ടേ? ഒടുക്കം ഇതൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഒരു 50 ഉറുപ്പ്യ ഉണ്ടാവുമോ ചോദിച്ചു. അച്ഛൻ 100 തന്നു. ഇത് നട്ടുച്ചയ്ക്ക് ചന്ദ്രൻ ഉച്ചതല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ആരോടാ? അച്ഛനോടല്ല പറഞ്ഞത്, കുട്ടിയോടാ പറഞ്ഞത്. കിട്ടിയത് എവിടെ നിന്നാണ്? 100 കുട്ടറയിന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന്. ഇതൊന്നും എവിടെയും പോയി എടുക്കണ്ട കേട്ടോ, പണി പറഞ്ഞു വെച്ചിട്ട് അങ്ങനെയാണ് ഒരു ഇതായിട്ട് കൂട്ടിയാൽ മതി. എന്നുവെച്ചർത്ഥം ഈ സുരുചിയോടുള്ള ഈ ഒരു വലിയ ഇഷ്ടം കാണിക്കാനായിട്ട് സുരുചിയുടെ മകൻ ഇങ്ങനെ കൊഞ്ചിക്കുക, കുഴയിക്കുക, പാടിക്കുക, ആടിക്കുക. മറ്റേനെ തിരിഞ്ഞു നോക്കൂല്ല. പാവം കുട്ടികളല്ലേ. ഒരു ദിവസം അങ്ങനെ രാജാവ് കൊട്ടാരത്തിൽ ഇരിക്കുമ്പം ഈ സുരുചിയുടെ മകൻ അത് മുക്കാലി മടിയിൽ തന്നെ ഉണ്ടാവും, മടിയിൽ ഇങ്ങനെ കളിക്കണം. മറ്റേ ഉണ്ണി ഇങ്ങനെ കണ്ടപ്പോ അതിനൊരു കൗതുകം. എന്താ? അച്ഛന്റെ മടിയിലൊന്ന് കളിക്കുക, ഇരിക്കുക, ചിരിക്കുക, രസിക്കാന്ന് തോന്നില്ലേ? ആ ഉണ്ണി എന്ത് ചെയ്തു? അച്ഛന്റെ മടിക്ക് ഓടിച്ചാടി കയറി ചെന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ബൊമ്മ പോലെ ഇങ്ങനെ ഇരിക്കണ്ട്. കൈകാര്യമൊക്കെ മറ്റോളാ. ആരാ? അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലേ. ആരാ കൈകാര്യം ചെയ്യണത്? സുരുചി. സുരുചി ചോദിച്ചു, ഉണ്ണി എവിടേക്കാ ചോദിച്ചു. അച്ഛന്റെ മടിയിലേക്ക്. അതിപ്പോ എന്തേപ്പത്? ഒന്നുമില്ല, അവിടെ ലേശം നേരം ഇരിക്കാച്ചിട്ടാണ്. കൂട്ടനെ ഇരിക്കണമെന്ന് ഇത്ര കലശലായ മോഹമുണ്ടോ? പൂവേ എന്നൊരു കാര്യം ചെയ്യും, മുണ്ട് വിരിച്ചപ്പെടാൻ നിലത്തിരുന്നോളൂ.
അയ്യോ അതെന്താ ചെറിയമ്മ എങ്ങനെ? ഒന്നുമില്ല കുട്ടിയെ, അച്ഛന്റെ മടിയിലിരിക്കാൻ യോഗ്യതയുള്ള ആൾ അവിടെ ഇരിക്കണ്ട. ഉണ്ണിക്ക് ഇപ്പൊ അതിനുള്ള യോഗ്യതയില്ല. ഒരു കാര്യം ചെയ്തോളൂ, ഇവിടെ ഇരുന്നോളൂ. അയ്യോ അതെന്താ ചെറിയമ്മേ, കുട്ടൻ അവിടെ ഇരിക്കണമെന്ന് കലശലായിട്ട് മോഹമുണ്ടോ? ഇവേ എന്നൊരു കാര്യം ചെയ്യൂ. ഉണ്ണി ഈ ജന്മം ഭഗവാനെ നല്ലോണം അങ്ങോട്ട് ഭജിക്കുക. ഭജിച്ചിട്ട് നല്ലോണം വരം വാങ്ങിക്കോളൂ. എന്നിട്ട് ആ വരത്തിന്റെ കേമത്തരം കൊണ്ട് അടുത്ത ജന്മം എന്റെ ഗർഭത്തിൽ എന്റെ മകനായിട്ട് ജനിച്ചാൽ ഉണ്ണിക്ക് അവിടെ ഇരിക്കാം. പരിഹാരം എന്താ എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോ ഉണ്ണിക്കാകെ മുഷിഞ്ഞു. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കഥ കേട്ടിട്ട് കാര്യമില്ല, അതിന്റെ ഇടയിൽ കൂടി ഒക്കെ കേൾക്കണം ചിലപ്പോ. എന്താ ഈ ജന്മം അങ്ങനെ കഴിച്ചു കൂട്ടിയിട്ട് ഭഗവാനെ ഭജിച്ച് അടുത്ത ജന്മം അതാ ഈ അനുഗ്രഹം കൊണ്ടേ ഈ വെള്ള സൂര്യജിയുടെ ആ മകനായിട്ട് ജനിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അടുത്ത ജന്മം ഭഗവാനെയും ഭജിച്ചു വന്നു, സൂര്യജിയുടെ മകനായിട്ട് ജനിച്ചു. ശരി, സംഭവിച്ചു. ജനിച്ച് വന്ന് നോക്കുമ്പം ഈ മടി ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടോ? നമ്മൾ വെറുതെ വന്നിട്ട് കാര്യമില്ല, അവസാനം കൂടി വേണ്ട ഇവിടെ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതല്ല, ഏത് മടിയിലിരിക്കുന്ന കാര്യമല്ല. പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ണിയുടെ മോഹം ഈ ജന്മം നടക്കില്ല. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നടക്കില്ല എന്ന് പറയുന്ന ഒരു ഭാഷ പ്രയോഗിക്കല്ലോ. ഈ ജന്മം നടക്കില്ല എന്ന് പറയില്ല. അതാണ് കഥ. ആ ഉണ്ണി ആ വർത്തമാനം കേട്ടു വിഷമിച്ചു. അവിടുന്ന് നേരെ ഓടിപ്പോന്നു. എവിടേക്ക്? അമ്മേന്റെ അടുത്തേക്ക്, സുനീതിയുടെ അടുത്തേക്ക് പോന്നേ. സുനീതി അപ്പോഴേക്ക് ഈ വർത്തമാനമൊക്കെ പണിക്കാരത്തി നാണി പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്. അവള് മിറ്റടിക്കുമ്പോഴാണല്ലോ അതൊക്കെ ഇവിടെ നടന്നത്. അതൊക്കെ നാണിയമ്മ കേട്ടത് അവിടെ പറഞ്ഞു കൊടുത്തു. സുനീതിക്ക് അറിയേ. സുനീതി അത് കേട്ടപ്പോ വല്ലാതെ വിഷമിച്ചു. എന്തല്ലേ ചെയ്യ? ഉണ്ണി അടുത്തേക്ക് വിളിച്ചു എന്ന് പറഞ്ഞു. കുമാര, എന്നാലും ഉണ്ണി ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോഴും എന്തൊക്കെയപ്പോ ഉണ്ടായത്? ചെറിയമ്മ ഇങ്ങനെ വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ണി തിരിച്ചങ്ങനെ അങ്ങടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയാ വേണ്ടത്. എന്താ വെച്ചാൽ നമ്മളോട് ആരെന്ത് ഇങ്ങോട്ട് ചെയ്താലും നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പാടില്ല. എന്താ അമ്മ പഠിപ്പിച്ചത്? നമ്മളോടെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ചെയ്താൽ നമ്മൾ അതുപോലെ അങ്ങോട്ട് ചെയ്യാൻ പാടില്ല. എന്താ ഉണ്ണി അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? നമ്മൾ എന്ത് ചെയ്താലും ചെയ്തതിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. നമ്മളോട് ആരെങ്കിലും ചെയ്താൽ അതിന്റെ ഫലം ചെയ്തവരും അനുഭവിക്കണം. അങ്ങനെയാണ് പതിവ്. അതുകൊണ്ട് ഉണ്ണി എന്തായാലും ചെറിയമ്മയുടെ നേരെ ചീത്തത്തൊന്നും പറഞ്ഞില്ലല്ലോ. നന്നായി, അങ്ങനെയാ വേണ്ടത്. നമുക്ക് അമ്മ പഠിപ്പിക്കണ പാഠല്ലേ. എന്താല്ലേ നമ്മുടെ നാട്ടിലെ അമ്മമാരാച്ച എന്താ പറയുക? ഒട്ട് കറന്നില്ലേ നിനക്ക്? നിന്റെ വായിലൊന്നും ആവണ്ടായിരുന്നില്ലേ? നാലെണ്ണം അങ്ങോട്ട് പറയാറുന്നില്ലേ? ഇത് ബൊമ്മ പോലെ നിൽക്കും. ശരിയോ തെറ്റോ? വ്യത്യാസം മനസ്സിലായില്ല. അതാണ് സുനി. അമ്മയുടെ മഹിമ പറയാനപ്പോ ഇത് പറഞ്ഞത്. അമ്മയുടെ മഹിമ വരുന്നുണ്ടേ, കേൾക്കണം. നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കണ്ടേ. നമ്മുടെ നാട്ടിൽ കാണുന്ന വിവരക്കേടല്ല കഥ. എന്താ ഉണ്ടായേ? അമ്മ നന്നായി ഉണ്ണി ചെയ്തില്ലല്ലോ. എന്താ വെച്ചാൽ നമ്മൾ ചെയ്തതിന്റെ ഫലം നമ്മളൊരാളോട് 10 എണ്ണം അങ്ങോട്ട് ചെയ്തു. ഒരു ചീത്ത വിളിച്ചു, 10 എണ്ണം വിളിച്ചു. അയാളൊരു 10 എണ്ണം ഇങ്ങോട്ടും വിളിച്ചു. അപ്പൊ നമ്മളെന്ത് പറയും? സമാസമം. ഇതെന്ത് പന്ത് കളിയാ? പന്ത് കളിയിലാണ് സമാസമം. ഇവിടെ സമാസമല്ലേ? ഇപ്പൊ നമ്മൾ 10 എണ്ണം അങ്ങോട്ട് വിളിച്ചു വെച്ചാൽ ആ 10ന്റെ പാപം നമ്മളിങ്ങോട്ട് 10 വിളിച്ചു വെച്ചാൽ അതിന്റെ പാപം മറ്റേയാളും അനുഭവിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെയാണ് കഥ. അതിൽ സമാസമൊന്നുമില്ല, കൂട്ടിക്കഴിച്ച ഏർപ്പാടൊന്നും ഇവിടെ ഇല്ലേ. ഇതാണ് കഥ. അതുകൊണ്ട് ഉണ്ണി ചെയ്തില്ലല്ലോ, നന്നായി. പിന്നെ എന്താ കുട്ടിയെ, ഉണ്ണിക്ക് അറിയില്ലേ ഇവിടെ മിറ്റടിക്കാൻ വരുന്നവർക്കുള്ള ഒരു സ്ഥാനം പോലും ഈ അമ്മയ്ക്ക് ഇവിടെ ഇല്ല എന്ന്. അതുകൊണ്ട് ഈ ഭാഗ്യമില്ലാത്തോളായ സുനീതിയുടെ മകനായിട്ട് ഉണ്ണി ജനിച്ചുല്ലോ കുമാര. അതുകൊണ്ടായി ദുരിതം ഉണ്ടായത്. എന്താല്ലേ ചെയ്യ? നമ്മളൊക്കെ ആരുണ്ട്? രാജാവ് അച്ഛൻ നമ്മളെ കണക്കാക്കാറില്ല എന്ന് എനിക്കറിയില്ലേ. അതുകൊണ്ട് ഒന്നേ ഉള്ളൂ, ചെറിയമ്മ പറഞ്ഞത് തന്നെ നമുക്ക് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. എന്ത്? ആതിഷ്ഠ. ആതിഷ്ഠ വിമത്സരത്വം. എന്താ? ആ ചെറിയമ്മ പറഞ്ഞ തന്നെ മത്സര്യ ബുദ്ധി ഇല്ലാതെ അതന്നെ എടുത്തോളൂ. എങ്ങനെ? ഉക്കതം സമാത്ര വിജയ വ്യളീകം ആരാധയ അധോക്ഷജപാദപത്മം യദിച്ഛസേ അധ്യാസനമുത്തമോ യഥാ. അതേ ഉള്ളൂ. ആ ഉത്തമനിരുന്ന സ്ഥാനത്ത് ഉണ്ണിക്കിരിക്കണം എന്ന് കലശലായ മോഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ? ഭഗവാനെ ഭജിക്കുക. ആരും ഇല്ലാത്തവർക്ക് ആരേ ഉള്ളൂ? ഭഗവാനേ ഉള്ളൂ. ആരും ഇല്ലാത്തവർക്ക് ഭഗവാനേ ഉള്ളൂ. എല്ലാരും ഉള്ളവർക്കും ഭഗവാനേ ഉള്ളൂ. പക്ഷെ എന്താ വ്യത്യാസം എന്നറിയോ? ഈ ആരും ഇല്ലാത്തവർക്ക് ഭഗവാനേ ഉള്ളൂ എന്ന് തോന്നും. എല്ലാവരും ഉള്ളവർക്ക് എനിക്കെല്ലാവരും ഉണ്ടല്ലോ എന്ന് തോന്നി നടക്കും. ഒടുക്കം എല്ലാവരും ബസ് കയറി പോവുകയും ചെയ്യും. അവരും പോയി, ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്കാവുകയും ചെയ്യും. മറ്റവർക്ക് പിന്നെ ആരും ഇല്ലല്ലോ എന്നുള്ളതുകൊണ്ട് ആദ്യം ആരെ പിടിച്ചിട്ടുണ്ട്? ഭഗവാനെ പിടിച്ചതുകൊണ്ട് അത് കയ്യിലുണ്ടാവും. അതുകൊണ്ട് ആദ്യം പിടിച്ചോളൂട്ട്. വന്നവരൊക്കെ ബസ് കയറി പോവും. ആര്? പണ്ടെന്നൊക്കെ പറഞ്ഞവര്. ശരിയോ തെറ്റോ? ബസ് കയറി പോവുക അർത്ഥം എന്താ? കുറ്റം പറഞ്ഞതല്ലേ. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇപ്പൊ നമ്മുടെ കൂടെ പലരും ഇല്ലല്ലോ. നമ്മുടെ കൂടെ ഉണ്ടാവും നിരീക്ഷവരൊക്കെ പലരും പലതരത്തിലില്ലേണ്ടി അങ്ങനെ സങ്കടമായിട്ട് പറയല്ലേ. ശരിയല്ലേ? ഇത് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അടുത്ത വീട്ടിലെ കാരണവരോ അല്ലെങ്കിൽ സുഹൃത്തുക്കള്, ബന്ധുക്കള്, കണ്ടവര്, പരിചയക്കാര്, ഓരോരുത്തർ അവരുടെ കാലം നേരായി അവരവർ പോണില്ലേ. പിന്നെ നമ്മള്
സങ്കടപ്പെടും. അല്ല, ചിരിക്കാൻ പറഞ്ഞതല്ലേ, ശരിയല്ലേ അത്? അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചോദിച്ചാൽ അതൊക്കെ ലോകത്തിലെ സത്യമാണ്. നമ്മളാരും അത് ഇല്ലാണ്ടേ ആവണം, അങ്ങനെ അതങ്ങനെ പാടില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പിടിക്കണ്ടെങ്കിൽ മുറുകെ അങ്ങോട്ട് പിടിച്ചോളൂ, പിന്നെ ഭ്രമിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഉണ്ണിയെ ഭഗവാനെ ഭജിച്ചോളൂ. അതാണ്ടായത്, വേറെ എന്താ നമുക്ക് നിവൃത്തി? ആ അമ്മ പറഞ്ഞു കൊടുത്ത നല്ല വർത്തമാനം കേട്ടിട്ട് ആ ഉണ്ണി എന്ത് ചെയ്തു? ശരി അമ്മ, അങ്ങനെ ആയിക്കോട്ടെ, എന്താ അങ്ങനെ ആയിക്കോട്ടെ അമ്മ എന്നും പറഞ്ഞ ആ ഉണ്ണി അമ്മയെ നമസ്കരിച്ചു, അമ്മ അനുഗ്രഹിച്ചു. ആ കുമാരനെ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. എവിടേക്ക്? കാടും മേടും പാടും പറമ്പും കുന്നും മലകളും തോടും പുഴകളും കടന്ന് അങ്ങനെ പോയി കുറേ നടന്നു. ഈ ഉണ്ണി ഇങ്ങനെ നടന്നു പോണ സമയത്ത് വഴിയിൽ നിന്നൊരു ശബ്ദം കേട്ടു. നാരായണ 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 ഹരേ. നോക്കിയപ്പോ ആരാത്? നാരദ മഹർഷി. കുമാരൻ ചെന്നങ്ങോട്ട് നമസ്കരിച്ചു. ഗുരുനാഥ. ഓ സന്തോഷം. ഉണ്ണിയെ എവിടേക്കാണ് ചോദിച്ചു. തപസ്സിന് പോവുകയാണേ. ഉച്ചയ്ക്കോ? ഉവ്വേ, എന്താ ഇത്ര കലശലായിട്ട് തപസ്സിന് ഇങ്ങോട്ട് തോന്നാൻ? ഉച്ചയാകുമ്പോ കറക്കം തപസ് തോന്നുന്നു, വൈകുന്നേരമൊക്കെ തോന്നുള്ളൂ. കുട്ടികളോട് വർത്തമാനം പറയും പോലെ പറഞ്ഞു. ആര്? മഹർഷി. അല്ല, ഞാൻ തപസ്സിന് പോവുക. എന്താ ഉണ്ണി ഇത്ര കലശലായിട്ട് മുഷ്ണി തപസ്സിന് പോവാൻ? എന്താ ഇപ്പൊ ഉണ്ടായി എവിടെ? ഉണ്ണി എന്താ പറഞ്ഞു? ചെറിയമ്മ പറഞ്ഞ വർത്തമാനമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത് കേട്ടപ്പോ മഹർഷി ചിരിച്ചിട്ട് പറഞ്ഞു, ഉണ്ണിയെ ഇതാ അപ്പൊ എത്ര വലിയ കാര്യം? ഇതൊന്നും വലിയ കാര്യമൊന്നും ഇല്ലേ? ഇതൊക്കെ കൊട്ടാരത്തേക്ക് ഒന്ന് അങ്ങോട്ട് ചെന്നു, ഒന്നങ്ങോട്ട് ഓടി, ഒന്നങ്ങോട്ട് ചാടി, ഒന്നങ്ങോട്ട് പാടി. ഓടിയും ചാടിയും പാടിയും കളിച്ച് തീരാനേ ഉള്ളൂ. അതൊക്കെ മറന്നു പോകും കുട്ടിയെ. വൈകുന്നേരം ആകുമ്പോഴൊക്കെ പൊക്കോളൂ. എവിടേക്ക്? തിരിച്ച് മടങ്ങിയില്ലത്തേക്ക് മടങ്ങിക്കോളൂ. ആരോട് പറഞ്ഞു? ഈ കുമാരനോട്. ഉണ്ണി പറഞ്ഞു, ഞാൻ മറക്കില്ലെന്ന്. നല്ല ഉറപ്പുള്ള ജാതി, എന്താ മറക്കില്ലെന്ന്? മഹർഷി പറഞ്ഞു, ഉണ്ണിയെ ഈ വലിയ വലിയ ആൾക്കാർ വലിയ വലിയ കാര്യം പറയുമ്പം നമ്മളെന്തിനാ അതൊക്കെ തോളത്തേറ്റി നടക്കണത്? ചിലതൊക്കെ കണ്ടില്ല, കേട്ടില്ല, നിങ്ങളുടെ കൂട്ടല്ലേ വേണ്ടു, അതല്ലേ വേണ്ടത്? ആര് ചോദിച്ചു? മഹർഷി ചോദിച്ചു. ഉണ്ണി പറഞ്ഞു, കണ്ടത് കണ്ടില്ല എന്നോ, കേട്ടത് കേട്ടില്ല എന്നോ കൂട്ടില്ല, കണ്ടത് കണ്ടുന്നും കേട്ടത് അതിനക്കല്ല. മഹർഷി കൊടുക്കാൻ പറഞ്ഞു, ഉണ്ണിയെ കാട്ടിലേക്കാ പോണത്. കാട്ടില് കടുവ, പുലി, സിംഹം, കാട്ടാന, കാട്ടുപോത്ത്, കബു, മാത്രല്ല മൂർഖം പാമ്പ്, എന്തൊക്കെ ജാതി സാധനങ്ങളുണ്ട് അവിടെ. നിശ്ചണ്ടോ? അവിടേക്കാ പോണത്, സൂക്ഷിച്ചോളൂ എന്നും പറഞ്ഞു. ഉണ്ണി ചോദിച്ചു, കാട്ടില് കരടിയും പുലിയും സിംഹവും കാട്ടുപോത്തും കരടിയും അതുപോലെ തന്നെ മൂർഖം പാമ്പും ഒക്കെ അല്ലല്ലോ, ചെറിയമ്മ ഉണ്ടാവില്ലല്ലോ. അതെന്താ ജന്തു? അത് വല്ലാത്ത ജാതിയാ അല്ലേ? കുട്ടികളോടൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേ നോക്കിയും കണ്ടും പറയണം. മുതിർന്നവരോടെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ലേശം പെശക തെറ്റിപ്പോയി എന്ത് ചെയ്താൽ മതി? തിരുത്തി. അങ്ങനെയല്ല കേട്ടോ, അത് തെറ്റിയതാണ്, അങ്ങനെയാണ് എന്ന് തിരുത്തി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. കുട്ടികളോടൊക്കെ എന്തെങ്കിലും പറഞ്ഞാല് അത് അവിടെ പതിയും. ഇപ്പോഴും 5, 8, 9, 10 വയസ്സുള്ള കാലത്തൊക്കെ ഓരോരുത്തരെ പറഞ്ഞത് ഇപ്പോഴും നല്ല അച്ചടിച്ച മാതിരി അവിടെ ഇല്ലേ? ഇന്നലെ മിനിയൊന്നും പറഞ്ഞതോ നേരത്തെ മാതിരി ബബ്ബേ. എന്താ കാരണം? അത് ആ കാലം കുട്ടികളുടെ പ്രായം അങ്ങനെ പതിയെ എവിടെ. നമ്മൾ കണ്ടില്ല, ഈ വയസ്സൊക്കെ കുറേ പ്രായമായിട്ടൊക്കെ കിടക്കണ കാരണവന്മാരൊക്കെ അവർ കുട്ടിക്കാലത്തെ പാട്ടൊക്കെ പാടും. നമ്മളിന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ചോദിക്കുക, ആരാണ് നാരായണൻകുട്ടി? ആരാണോ ചോദിക്കുക, അയാളെ മാത്രമേ അറിയുള്ളൂ. ആരാണാവോ നാരായണൻകുട്ടി? നമുക്കറിയില്ല. കണ്ടിട്ടില്ലേ? എന്താ കാരണം? അവർക്ക് ഈ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷമുള്ളതൊക്കെ ഓർമ്മയിൽ നിന്ന് പോയി. പക്ഷെ ഒരു ഘട്ടത്തിന് മുമ്പുള്ളതൊക്കെ എപ്പോഴും വൃത്തിയിൽ ഓർമ്മയിലുണ്ട്. അതെന്താ കാരണം? അതൊന്ന് പതിച്ചു വെച്ചത്, ആ കാലത്തെ പതിച്ചു വെക്കണ കാലത്തുള്ളതാണ് അതൊക്കെ. ആ പതിക്കണ കാലം കഴിഞ്ഞതിന്റെ ശേഷമുള്ളതാണ് ഓർമ്മയിൽ നിന്ന് പോയത്. എല്ലാവർക്കും നമ്മളൊക്കെ ഇനിയിപ്പോ എന്താ പറയാവോ? പേടിയാവോ? കാരണവന്മാരൊക്കെ അന്തസ്സുള്ള വർത്തമാനാ പറയുന്നതില്ലേ? ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവണില്ലേ? എല്ലാവരുടെയും ഗതിയാ പറഞ്ഞത്, ഒരാളുടെ അല്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാനൊന്നും ഇല്ല. അതിപ്പം ഇന്ന് കഴിഞ്ഞാൽ മറ്റേത് നാളെയെന്നേ ഉള്ളൂ. മനസ്സിലാവണില്ലേ? ഒന്നിപ്പോ എന്നാച്ചാ മറ്റേത് നാളെയാണ്, മറ്റേത് 2 ദിവസം കൂടി കഴിഞ്ഞാലൊക്കെ ഒക്കെ എല്ലാവരും ഒരേ ഇടവഴി കൂടി ഇനിയാ പോവാനുള്ളത്. അതാണ്, മനസ്സിലാവണില്ലേ? അതുകൊണ്ട് ഒന്നും ഏറ്റക്കുറച്ചിലൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കണ്ട. ഇവിടെ എന്താണെന്നാണെങ്കിൽ ഈ കുമാരനെ നോക്കൂ, ഈ തരത്തിൽ ആദ്യം 2 ചോദ്യം കൊണ്ട് പ്രലോഭിപ്പിച്ചിട്ടേ പിന്തിരിപ്പിച്ചു നോക്കി, പിന്തിരിഞ്ഞില്ല. മൂന്നാമത്തേത് പേടിപ്പിച്ചു നോക്കി, പിന്തിരിഞ്ഞില്ല. മഹർഷിക്ക് മനസ്സിലായി നല്ല ഉറപ്പാണ്. എന്താണ് ഉറപ്പ്? എന്താ ഉറപ്പ്? എന്തുറപ്പ്? ഉള്ളുറപ്പ്. മനസ്സിലാവണില്ലേ? നമ്മുടെ നാട്ടിൽ ആകെ ഇല്ലാത്തൊരു ഉറപ്പാതേ. ഉള്ളുറപ്പാണ് വേണ്ടത്. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആവണമെങ്കിൽ എന്തുണ്ടാവണം? ഉള്ളുറപ്പ്. അഹന്തയല്ല പറയുന്നത്, ഉള്ളിലൊരു ഉറപ്പുണ്ടാവണം. ഈ ഉള്ളുറപ്പ് കഷ്ടിയാണേ. നമ്മുടെ നാട്ടിൽ വേറെ പല ഉറപ്പ്. ശരീരത്തിനൊന്നും ഉറപ്പുണ്ടാക്കാൻ ഒരു പാടുമില്ലേ?
ശരീരത്തിന് ഉറപ്പുണ്ടാക്കണോ? രാവിലേക്ക് നല്ലോണം ചോറുണ്ണു, ചോറൊക്കെ നല്ലോണം ഉണ്ടിട്ട് പോയിട്ട് രാവിലെ വൈകുന്നേരം കമ്പിക്കടയിൽ പോവുക, ശ്വാസം വലിക്കത് പൊക്കുക, ശ്വാസം വലിക്കുക. അവിടെ പല ജാതി സാധനങ്ങൾ ഉണ്ടാവും, നല്ല കനമുള്ള കട്ടിയുള്ളതൊക്കെ ഉണ്ടാവും, അത് പൊക്കുക, ശ്വാസം വലിക്കുക, വിടുക. ശ്വാസം വലിക്കുന്നതും വിടുന്നതൊക്കെ അവിടെ പറയും പോലെ ചെയ്തോളൂ, നമ്മൾ പറയും പോലെ ചെയ്യാൻ നിൽക്കണ്ട. ചിലപ്പോൾ പിന്നെ ഇത് പോവാണ്ടേ പോകും. നമുക്ക് അത്ര വശമില്ല അതൊന്നും. അപ്പൊ അവിടെ ചെന്ന് കുറച്ചു ദിവസം നമ്മളിങ്ങനെ ഇങ്ങനെ പണിയെടുത്താൽ പിന്നെ നമ്മളിങ്ങനെ വരുമ്പം ഇടവഴി കൂടി ഒന്നും വരാൻ പറ്റില്ല, വീതി കൂടിയിട്ട് റോഡിൽ കൂടിയേ വരാൻ പറ്റുള്ളൂ. കണ്ടിട്ടില്ലേ? അപ്പൊ ശരീരത്തിന് ബലം കൂട്ടാനും ശക്തി കൂട്ടാനും ഒരു പാടുമില്ല. എത്ര കഥയില്ലാത്തവനായാലും കുറച്ചു ദിവസം എന്ത് ചെയ്യണം? ഇങ്ങനെ പണിയെടുത്താൽ മതി. എങ്ങനെ പ്രോത്സാഹിക്കണം, പണിയെടുക്കണം, അത്രയേ ഉള്ളൂ. പണിയെടുക്കാൻ വയ്യാത്തവര് അതുകൊണ്ട് കാര്യമില്ല, പണിയെടുക്കാൻ ചിലരൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ പണിയെടുത്തോണ്ട് എന്തുണ്ടാവില്ല? ഉള്ളുറപ്പുണ്ട്. പണ്ട് നമ്മുടെ അടുത്ത നാട്ടിൽ ഒരു ദിക്കിൽ ഒരു ഓട്ടോറിക്ഷ കാറും കൂടി കുത്തി എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ജാതി കുത്തൊന്നും കുത്തിയില്ല, അതൊന്നും അങ്ങോട്ട് കുത്തിപ്പോയി, അത്രയേ ഉള്ളൂ. വലിയ ഈ ഓട്ടോറിക്ഷയിൽ നിറയെ പെണ്ണുങ്ങളും കുട്ടികളും ഇറന്നു. ഇവർ ഈ നട്ടുച്ച സമയത്ത് 12:15 നേരം. അപ്പൊ അവരെന്തോ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് കുത്തിയപ്പം പല്ലും മൂക്കും കണ്ണൊക്കെ ചുമന്ന മുമ്പിലത്തെ കമ്പിയിൽ കുത്തി ചോരയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒലിച്ച് പിന്നെ ഇവരെന്ത് നിരീച്ചു? എല്ലാരും കൂടി മരിച്ചുപോയി നിരീച്ച് എല്ലാരും കൂടി അങ്ങോട്ട് ആർത്ത് വിളിച്ച് നിലവിളിച്ചു, പച്ചമുളക് കീറിയ മാതിരി. അപ്പോഴേക്ക് എല്ലാരും പേടിച്ചു. പിന്നെ ചോരയും ഒക്കെ കൂടി എപ്പോഴല്ല ആകെ കശവിശ നിലവിളി. അപ്പൊ ആരൊക്കെയോ രക്ഷാപ്രവർത്തനത്തിന് എല്ലാവരും കൂടി വന്നു, ഓടിപ്പാഞ്ഞു വന്നു. ആരോ പറഞ്ഞു ആംബുലൻസ് വിളിക്കൂ പറഞ്ഞു. ആരോ ഒരാളെ ഫോൺ എടുത്ത് വിളിച്ചു ആംബുലൻസ്. അപ്പോഴേക്ക് അയ്യോ അമ്മേ വല്യമ്മ പറഞ്ഞ ആരെത്തി? ആംബുലൻസ് നിലവിളിച്ച് കൊണ്ടുവന്നു. ആംബുലൻസ് വന്ന അതിന്റെ വയറ്റത്തെ വാതിലങ്ങോട്ട് തുറന്നു, വിസ്തരിച്ചങ്ങോട്ട് തുറന്നു, ഇവരിങ്ങോട്ട് കയറ്റാനേ. അപ്പോൾ അന്ന് രക്ഷാപ്രവർത്തനത്തിന് വടക്കേലെ ഗോവിന്ദൻകുട്ടിയും തെക്കേലെ അപ്പുട്ടനും, എൻ്റെ പേര് 25 വയസ്സാണ്. നല്ലോണം രാവിലെയും വൈകുന്നേരം കമ്പിക്കടയിലൊക്കെ പോയിട്ട് നല്ല വീതിയും വിസ്താരം കണ്ടാൽ തന്നെ ഇവരെ നോക്കി നിൽക്കാൻ ഒരു അരമണിക്കൂർ വേണം. ചുറ്റും നടക്കണല്ലോ, നല്ല കാണുള്ളൂ. അങ്ങനെ നല്ല യോഗ്യന്മാര് ചെറുപ്പക്കാര് ഇവര് രണ്ടാളും ഇങ്ങോട്ട് വന്ന് നല്ല ശരീരത്തിന് നല്ല ഉറപ്പുള്ളവരെ. അങ്ങനെ ഗോവിന്ദൻകുട്ടി അപ്പുട്ടനും കൂടി ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു വെച്ചാല്, ഗോവിന്ദൻകുട്ടി ആ ഓട്ടോറിക്ഷയ്ക്ക് അങ്ങോട്ട് നോക്കിയിട്ട് അപ്പുട്ടന്റെ ദേഹത്തേക്ക് അങ്ങോട്ട് വീണു. അപ്പുട്ടനും ഗോവിന്ദൻകുട്ടിയും കൂടി ആംബുലൻസിക്ക് അങ്ങോട്ട് വീണു. അപ്പൊ ആരോ പറഞ്ഞു വണ്ടി പോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് പോയി. ഓട്ടോറിക്ഷയിലുള്ളവരെ പറയാ ധൃതി കൂട്ടി. ഓട്ടോറിക്ഷക്കാരെന്തായി പറയില്ലേ? ധൃതി കൂട്ടിയാലോ. ഓട്ടോറിക്ഷയിലുള്ളവർ അവര് ആസ്പത്രിക്ക് കൊണ്ടുപോയി. ഓട്ടോറിക്ഷയിലുള്ളവര് പിന്നെ വൈകുന്നേരം 4:15 ബസ്സിന് പോയി. നാട്ടില് രാവിലെ ഒരു ബസ്, വൈകുന്നേരം ഒരു ബസ്. 4:15 വൈകുന്നേരത്തെ ബസ്. ആ വൈകുന്നേരത്തെ ബസ്സിന് പോയി. എന്താ ചെയ്തു? അതാ പൈപ്പിന്റെ ചുടുന്ന് കുഴിഞ്ഞും തുപ്പി മുണ്ടൊക്കെ ഒന്ന് ഇങ്ങനെയാക്കി അത്രയ്ക്കൊക്കെ ഉള്ളു. വേറെ വരിക്കുക അവരങ്ങോട്ട് പോവുകയും ചെയ്തു. ഗോവിന്ദൻകുട്ടിയുടെ കാര്യം പറയാം, എന്തത്ര ധൃതി. ഗോവിന്ദൻകുട്ടി അപ്പുട്ടൻ ആസ്പത്രിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. 3-ാമത്തെ ദിവസം വൈകുന്നേരം ഗോവിന്ദൻകുട്ടി 3:45 ഇടത്തെ കണ്ണിങ്ങനെ തുറന്നപ്പോ ആ തുള്ളി ഇങ്ങനെ വീഴുക. ഏത് തുള്ളി? മഴയൊന്നുമില്ല, മീനമാസത്തിൽ മഴയുണ്ടാവും. മഴയല്ല, അകത്തുള്ള തുള്ളി ഇങ്ങനെ നടക്കുക. കുറച്ച് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വലത്തേ കണ്ണും തുറന്നു. അതിന് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പുട്ടനും തുറന്നു. ഇങ്ങനെ ഇടത്തേതും വലത്തേതും തുറന്നു. രണ്ടാളും ഇങ്ങനെ തുറന്ന് കിടക്കും. നമ്മൾ യാദൃശികമായിട്ടൊന്ന് ചെന്നത്. അപ്പം ചോദിച്ചു, എന്തുണ്ടായി അപ്പുട്ട, എന്തുണ്ടായി ഗോവിന്ദൻകുട്ടിയെ ചോദിച്ചു. രണ്ടാളും കൂടി പറയാ, തിരുമേനി എനിക്ക് ചോര കണ്ട അങ്ങനെയാ. പിന്നെ ഓട്ടോറിക്ഷ കുത്തിയതെങ്കിൽ സിനിമ കാണാൻ വന്നതല്ലേ. ഓട്ടോറിക്ഷ കുത്തുമ്പോൾ ചെറിയ ചോരയൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ചോര കണ്ടിട്ട് വീണവരാണ് ഈ 2 തടിമാടന്മാര്. അവരാണ് രക്ഷാപ്രവർത്തനം. തടിമിടുക്കൊണ്ട് എന്ത് മിടുക്കുണ്ടാവില്ല? മനസ്സിലാവുണ്ടോ പറയുന്നതൊക്കെ? ഉള്ളുറപ്പ് വേണേ. ആ ഉള്ളുറപ്പുള്ളവർക്ക് പണ്ട് ഒരിക്കലും കോളേജിലെ ഒരു അനുഭവം പറയുന്നില്ല. അവിടെ ദൂരേക്കില് ഒരു കോളേജിൽ, ഇപ്പോഴത്തെ കോളേജിലൊന്നും ഇല്ലേ, നേരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടായിരുന്നു. പണ്ട് അവിടെ കുറെ കുട്ടികളുണ്ടായിരുന്നു. അവിടെ വലിയ മൈതാനമൊക്കെ ഉണ്ടേ. ഈ ഒരു ദിവസം എന്താന്ന് വെച്ചാൽ ഇവര് ഈ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവില്ലോ, കുട്ടികളൊക്കെ നിറയെ കുട്ടികളും ഉണ്ട്. എല്ലാരും കൂടി ആ കോളേജിന്റെ മൈതാനത്ത് എന്താ പറയുക, ബെഞ്ചിന്റെ വടി മറ്റേ ജാതി കോളേജിൽ വെച്ചാൽ അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ കുറെ ഉണ്ടാവും. തല്ലി പൊളിച്ചൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മഹാഭാരത യുദ്ധത്തിന് കൗരവ പാണ്ഡവ സേന നമ്മെ കൂടി കുരുക്ഷേത്രത്തിൽ നിൽക്കും പോലെ നിൽക്കുക. ഓർവിളി അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴേക്ക് പ്രിൻസിപ്പളെ പോയിട്ട് മറ്റേ പോലീസിനെയൊക്കെ വിളിച്ചു. പോലീസ് വരുമ്പോഴേക്ക് മാഷന്മാർക്കൊക്കെ പേടി. ഇതിപ്പോ എത്ര എണ്ണം കുറയാന്ന്. പോലീസ് പറക്കാൻ പറ്റില്ലല്ലോ, ജീപ്പിൽ വേണ്ടി അവർക്കും വരെ റോഡിൽ കൂടി, നമ്മുടെ റോഡിൽ കൂടി നടല്ലേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എന്താ ഉണ്ടാവുക നിശല്യേ. അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ, എന്തു സംഭവിക്കാന്ന് ഒരു മട്ടായിട്ടിരിക്കുമ്പോ ടീച്ചർമാരും മാഷന്മാരൊക്കെ ഇങ്ങനെ ആ വരാന്തയിൽ ഇങ്ങനെ ആത്തേമാര് ഉത്സവം കാണാൻ നിൽക്കും പോലെ ഇങ്ങനെ നിൽക്കുക. എന്നുവെച്ചാ ആത്തേമാര് ഉത്സവം കാണാൻ പറഞ്ഞാൽ മനസ്സിലാവും, വലിയ പോവാ. പണ്ടൊക്കെ ഈ ഉത്സവമൊക്കെ നാട്ടുപുറത്തൊക്കെ ഉത്സവം ഉണ്ടാകുമ്പോൾ ഇവർ ഈ ഘോഷം എന്താ പറയുക, ചില സാധനങ്ങളൊക്കെ പൂജിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് വെളിച്ചപ്പാട് മാനിയും ഒക്കെ ആയിട്ട് വരും. ഇല്ലത്തെ തെക്കേ ഭാഗത്തെ പറമ്പിൽ വന്ന് അവരവിടെ നിൽക്കും. എന്നിട്ട് ഇവർ ഇതൊക്കെ പൂജ കഴിച്ച് കൊണ്ടുപോകുമ്പോൾ ആ മുറ്റത്തൊന്നും പറ്റിയൊരു വെളിച്ചപ്പാടും തുള്ളലും പല ജാതിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ആണുങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ നിന്ന് കാണാം. പെണ്ണുങ്ങൾ ആ മറ്റേ പഴുതി കൂടി, ആ മറ്റേ ഓട്ടയിൽ കൂടി ഗവാക്ഷ എന്ന് പറഞ്ഞ ഓട്ടുണ്ട്. അത് വളരെ അപ്പൊ വളരെ സൗകര്യം. എന്താ കാരണം? ഒരു പരിക്കും ഇല്ലാതെ ശാന്തമായിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ കാണൂല്ല.
അങ്ങോട്ട് നല്ലോണം നോക്കി കാണുകയും ചെയ്യുക എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ല. അങ്ങനെ സ്വതന്ത്രമായിട്ട് ആ ഉത്സവം കാണുന്ന ഭാവത്തിൽ വരാന്തയിൽ കയറി നിൽക്കുക എല്ലാവരും. ഇവിടെ ഇപ്പൊ എത്ര എണ്ണം കുറയാന്ന് അറിയില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം നീർക്കലിന്റെ മുകളിൽ ശീല ചിറ്റിയ മതി ഉടുത്ത മുണ്ടിന്റെ ശക്തി കൊണ്ടാ പറന്നു പോവാത്തത്. അങ്ങനത്തെ ഒരു അദ്ദേഹം ഇങ്ങോട്ട് കുപ്പായ കൈ ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് കയറ്റി മുണ്ട് ഇങ്ങോട്ട് വലിച്ച് കുത്തി കൊടുത്തിട്ട് ആ നടക്കേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അട്ടിക്കട 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 ഒരു ജാതി അലറല് ഞെട്ടിപ്പോയി. എന്തൊരു ജാതി പ്രദേശം കുലുങ്ങണ ജാതി അലറല്. അട്ടിക്കട അട്ടിക്കടാന്ന് ഇതിന്റെ നടക്കി കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക. അപ്പോഴേക്ക് അടിക്കാൻ നിന്നാലും വടി കാലിന്റെ ഇടയിൽ കൂടി അപ്പുറത്തേക്ക് ഇട്ട നമ്മൾ പറഞ്ഞു കാലുകൾക്കിടയിൽ തിരികെ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേ ജാതിയിലൊക്കെ പതിഞ്ഞ് 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 ക്ലാസ് മുറിയിൽ പോയി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോഴും അദ്ദേഹത്തിന്റെ വെളിച്ചപ്പാട് ഇറങ്ങുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരു ശ്വാസത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒക്കെ പോയി ഒക്കെ രൂപമായി എന്ന് കണ്ടപ്പോ അദ്ദേഹം ഉണ്ടൊക്കെ നേരിയേക്ക് കുപ്പായ കൈയൊക്കെ നേരിയേക്ക് വയർപ്പൊക്കെ തുടച്ച് വരാന്തേക്ക് കയറി വരുമ്പോ ടീച്ചർമാര് ചോദിക്കുക, അല്ല സാറേ എന്ത് കണ്ടിട്ട് അതിന്റെ നടുക്കേക്ക് ഇറങ്ങിയത്? ആ മുട്ടിയോണ്ട് ഒരു തല്ലിയാൽ പിന്നെ ക്രിയക്ക് പോലും ഉണ്ടാവില്ല സാധനം. അത്രയ്ക്കല്ലേ ഉള്ളു. എന്ത് നിരീക്ഷിച്ചിട്ട് അങ്ങതിലേക്ക് ഇറങ്ങിയത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അതിപ്പോ ഞാനങ്ങോട്ട് ശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ചതാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ശബ്ദം ഉണ്ടാക്കി എന്നുവെച്ചാൽ എന്താ അർത്ഥം? ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കുക എന്ന് പറഞ്ഞത് ആ സമയത്ത് ആ പണി ആ മാഷ് ചെയ്തില്ല വെച്ചാൽ എത്ര അമ്മമാരുടെ കുട്ടികൾ ഇപ്പൊ അവിടെ എണ്ണം കുറയുക ഇല്ലെങ്കിൽ ഭംഗം വരിക കയ്യോ കാലം ശരിയല്ലേ? ഇത് ഒരു സമയത്ത് ശരിയോ തെറ്റോ എന്നല്ല, ആ സമയത്ത് എങ്ങനെയൊരു സംഗതി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നിയത് എന്തുകൊണ്ടാ? ആ തടിയന്മാരൊക്കെ അവിടെ ഉണ്ട്, ഒരു വാതിപ്പൊളിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആർക്കും തോന്നിയില്ല അദ്ദേഹത്തിന്. അപ്പൊ ഉള്ളുറപ്പൊരു പ്രത്യേകം തന്നെയാണ്. തടിമെടുക്ക് എന്തായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഉള്ളുറപ്പ് നല്ലോണം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ജീവിതം മുമ്പിക്ക് പോകും. ചിലരൊക്കെ ജീവിച്ച് മുമ്പിക്ക് പോകാൻ തന്നെ ആ ഉള്ളുറപ്പിന്റെ ശക്തിയിലാണ്. അല്ലെങ്കിൽ ആടി കുഴയണവരൊന്നും ജീവിച്ചു പോവില്ല. അവരെവിടെയെങ്കിലും വാടി കുഴഞ്ഞ് വല്ല ചാലിലോ കുഴിയിലോ വീണ് പോകും. ശരിയല്ലേ ഇത്? അതുകൊണ്ട് ഉള്ളുറപ്പ് പ്രധാനം. പണ്ടൊരിക്കൽ പടിപ്പര കടന്നിങ്ങനെ പടി ഇറങ്ങി പോവുകയാണ്. പടിപ്പരയ്ക്ക് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ പടിപ്പരയുടെ മുമ്പിൽ അതാ കിടക്കണ, ഒന്ന് ബോധം കിട്ടുക എങ്ങനെ കിടക്കുക. അപ്പോഴേക്ക് നമ്മൾ പറഞ്ഞു, ഉണ്ണി ഉണ്ണി ഒരു കിണ്ടി വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഉണ്ണി എന്ത് ചെയ്തു? ഒരു കിണ്ടി വെള്ളം കൂടി അവിടെ നിന്ന് എടുത്ത് കിണ്ടിയും വെള്ളമായിട്ട് വന്നു. കിണ്ടിയും വെള്ളമായിട്ട് വന്നു. നമ്മളാ കിണ്ടിയും വെള്ളം ഇങ്ങോട്ട് വാങ്ങി വെള്ളം അങ്ങോട്ട് കുടിച്ച് കിണ്ടി അങ്ങോട്ട് കൊടുത്തു. നമ്മൾ പറയുകയും ചെയ്തു, ഇങ്ങനെയാ ഒരു കൂട്ടം കണ്ട അപ്പൊ വെള്ളം കുടിക്കണം എന്നും പറഞ്ഞു. ഉണ്ണി ചോദിച്ചപ്പോ ഇതോ അത് കുറച്ച് കഴിഞ്ഞ് വെയില് ചൂടായി എണീട്ട് പോയിക്കോളൂ എന്നും പറഞ്ഞു. ഉണ്ണി നിരീക്ഷിച്ചു. ഇതിന്റെ മുഖത്ത് തെളിച്ച് എണീപ്പിക്കാനാ നമ്മുടെ അവനവന്റെ കാര്യം നമ്മൾ നിരീക്ഷിച്ചു. നമുക്ക് കടവളെ എപ്പോഴേക്ക് എന്ത് കുടിക്കണം? ഇതാണ് നമ്മുടെ ഉള്ളുറപ്പ്. ഉള്ളുറപ്പ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത്തരക്കാരെ കൊണ്ട് എന്ത് കാര്യമുണ്ട്? ശരിയല്ലേ ഇത്? പറഞ്ഞതിന്റെ അർത്ഥം അകത്ത് ഈ കുമാരന്റെ പേരന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടോ? ധ്രുവകുമാരൻ. എന്താ പേര്? ധ്രുവകുമാരൻ. എന്താ ഈ ധ്രുവകുമാരൻ എന്ന് പറഞ്ഞ അർത്ഥം? നമ്മൾ സാധാരണ പേരിന്റെ അർത്ഥം ഒന്നും ചിന്തിക്കാറില്ല. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കോ. സംസ്കൃത ഭാഷയില് ധ്രുവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ധ്രുവ സ്ഥൈര്യേ എന്നാണ്. സ്ഥൈര്യം, സ്ഥിരത, ഉറപ്പ്. ആ വാക്കന്നെ പ്രയോഗിച്ചത് അങ്ങനെയാണ്. ധ്രുവൻ എന്ന് പറഞ്ഞ ഉറപ്പുള്ള എന്നാണ്. എന്തുറപ്പ്? നല്ല ഉറപ്പ്, ഉള്ളുറപ്പ്. ആ കുമാരനെ പിന്തിരിപ്പിക്കാൻ ആർക്ക് പറ്റിയില്ല? നാരദ മഹർഷിക്ക് ഇഷ്ടായി. നല്ല കുട്ടിയാ, ശിഷ്യനാക്കാൻ പറ്റിയ കുട്ടിയാ. മഹർഷി അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കുമാര ഗംഭീരായി തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇതാ കേട്ടോളൂ ഭഗവാന്റെ മഹാമന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ ആ ഭഗവാന്റെ മഹാമന്ത്രം ദ്വാദശാക്ഷരി മഹാമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ഈ മന്ത്രോപദേശം കഴിഞ്ഞു. ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണിയെ ഇവിടെ അടുത്ത് മധുവനം എന്ന് പറഞ്ഞിട്ടൊരു പുണ്യഭൂമി ഉണ്ട്, യമുന നദിയുടെ കരയില്. ഈ മധുവനത്തിൽ ചെന്നിരുന്ന് ഭഗവാനെ ഭജിച്ചോളൂ പറഞ്ഞയച്ചു. അങ്ങനെ ആ ഉണ്ണി മധുവനത്തിലേക്ക് പോയി യമുന നദിയിൽ മുങ്ങിക്കുളിക്കും. അവിടെ ഇരുന്ന് നല്ലോണം ഭഗവാനെ ഭജിക്കും. അങ്ങനെ ഭജിച്ച് കുറച്ചു ദിവസം അങ്ങനെ ഭജിച്ചു. അപ്പൊ എന്താ വെച്ചാൽ കാട്ടില് വല്ല കായോ കിഴങ്ങോ കിട്ടിയിച്ചാൽ കഴിക്കും. പുഴയിൽ കുളിയും വെള്ളം കുടിയൊക്കെ പുഴയിലും കഴിയും. അങ്ങനെ കുറച്ചു ദിവസം കഴിച്ച് അങ്ങനെ കുറച്ചു ദിവസം കഴിച്ച സമയത്ത് ഈ ഉണ്ണിക്ക് തോന്നി, ഇപ്പൊ കാട്ടിലെ കായയും കിഴങ്ങും കഴിക്കലും പുഴയിലെ വെള്ളം കുടിക്കലും ഇതിപ്പോ കൊട്ടാരത്തിലും തരാവില്ലേ? അത് കിണ്ണത്തിലാണ്, ഇത് ഇലയിലാണെന്നേ ഉള്ളൂ. ഇതൊക്കെ തന്നെയല്ലേ കൊട്ടാരത്തിലും ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ഉണ്ണി വേണ്ട, കഴിക്കല് വേണ്ട, ഇനി വെള്ളം ലേശാവാം, പിന്നെ എന്താവാം, തപസ്സും ആവാം. അങ്ങനെ കുറേശ്ശെ വെള്ളം കുടിച്ചിട്ട് കുറച്ചു ദിവസം തപസ് ചെയ്ത് നോക്കി. ഉണ്ണിക്ക് തോന്നി, എന്തിനാ അതൊന്നും വേണ്ട. വെള്ളം കുടിയും നിർത്തിയിട്ട് പിന്നെയും തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ തോന്നി, എന്നാ ഇനി അതും വെള്ളം ശ്വാസം മാത്രമേ ഉള്ളൂ. ഇപ്പം ശ്വാസം മാത്രമായിട്ട് കഴിച്ചു കൂട്ടി കുറച്ചു ദിവസം.
പിന്നെ തോന്നി എന്തിനാ പിന്നെ നേരം കളയാൻ വെറുതെ ശ്വാസം വലിച്ചു വിടുന്നത്, വേണ്ട. ശ്വാസഗതിയും കൂടി നിർത്തി ഒറ്റക്കാല് ഭൂമിയിൽ കുത്തി 2 കൈയും മുകളിലേക്ക് കൂപ്പിയിട്ട് ഓ നമോ ഭഗവതേ വാസുദേവായ ആ ഭാവം ഹൃദയത്തിൽ ഉറപ്പിച്ച് ഭഗവാനെ തന്നെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇങ്ങോട്ട് കണക്കാക്കി ഉണ്ണി നിർത്തി. ഈ കുമാരൻ ശ്വാസം അങ്ങോട്ട് നിർത്തിയപ്പോഴേക്ക് ലോകത്തിന്റെ ശ്വാസം അങ്ങോട്ട് നിന്നു. ലോകത്തിന്റെ ശ്വാസഗതി നിന്ന് ദേവന്മാരെല്ലാരും കൂടി വന്നിട്ട് ഭഗവാനെ ശ്വാസം മുട്ടണു പറഞ്ഞിട്ട് നിലവിളിച്ചു. നമുക്ക് എന്ത് ഊണ് മുട്ടിയാലും കുറച്ചു ദിവസമൊക്കെ നമ്മൾ ജീവിക്കും. വെള്ളം കൂടി മുട്ടിയാലും അത്രയ്ക്കില്ലെങ്കിലും കുറച്ചു ദിവസമൊക്കെ ജീവിക്കും. ശ്വാസം മുട്ടിയാലോ വേഗം നേരിയാവും ഇല്ലേ? അങ്ങനെയല്ലേ പതിവ്? അതാണ്. അപ്പൊ ഈ ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു വന്ന് ദേവന്മാര് കരഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ധ്രുവകുമാരൻ ഉണ്ണി ഈ ശ്വാസം നിർത്തിയതുകൊണ്ടാണ് ശ്വാസം മുട്ടിയത് നിങ്ങളുടേത് പറഞ്ഞു. ചോദിച്ചാൽ എന്താ ധ്രുവകുമാരൻ ശ്വാസം നിർത്തിയതുകൊണ്ട് ഞങ്ങളുടെ ശ്വാസം മുട്ടാൻ എന്താ കാരണം? അപ്പൊ നമ്മൾ ആരെങ്കിലും ശ്വാസം നിർത്തിയതുകൊണ്ട് വല്ലവരും ശ്വാസം മുട്ടുവോ? പണ്ട് ഈ വായനയിൽ ഇതിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ വടക്കേല നാരായണനാരി ശത്രുവാണല്ലോ, പല ജാതി കേസ് കൊടുത്തിട്ട് അദ്ദേഹം തന്നെ എപ്പോഴും ജയിക്കുക. ഒടുക്കാണ് ഇത് കേട്ടത്, ഈ വിദ്യ ഇത് നമുക്ക് കേസുമില്ല. നമ്മളൊരു ഉച്ചയ്ക്ക് എന്ത് ചെയ്തു, വടക്കേല നാരായണനാര് ശ്വാസം കണ്ട് മുട്ടിച്ചാവട്ടെ എന്ന് ഇരിച്ചു. നമ്മൾ ശ്വാസം കണ്ട് വലിച്ചങ്ങട്ട് പിടിച്ചു. എന്തായത്? എന്തായി? ആ നാട് നന്നായി, അത് നന്നായി. ആ നാട്ടിലെ ഒരു ശല്യം ഉണ്ടായിരുന്നു, അത് തീർന്നു കിട്ടി. അതേത്? നാരായണ നേരല്ല, അദ്ദേഹം ശല്യമൊന്നുമില്ല, അദ്ദേഹം മഹാകേമന. വലിച്ചു പിടിച്ചോൻ അത് പൊട്ടിച്ചത്ത് പോവുക എന്നല്ലാതെ കണ്ട് അത് ശരിയോ തെറ്റോ? ശരിയല്ല. അപ്പൊ ഈ കുമാരൻ ശ്വാസം നിർത്തിയതുകൊണ്ട് എങ്ങനെയാ ലോകത്തിന്റെ ശ്വാസം നിന്നത്? ഒരു യുക്തി വേണ്ടേ പറയുമ്പം ഭഗവാൻ പറഞ്ഞു, അതെന്താന്ന് വെച്ചോ, ഈ ഉണ്ണിയെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയത്. നിശ്ചയർത്ഥം മെയിൻ സ്വിച്ച് ഓഫ് ആക്കി പിന്നെ അടുക്കളയിൽ പോയി ടക്കാ പറഞ്ഞ് സ്വിച്ച് പൊട്ടിക്കുക എന്നല്ലാതെ കത്തുവോ? ശരിയല്ലേ? അതായത് പ്രപഞ്ചത്തിന്റെ ആധാരഭൂതമായ ഭഗവത് ഭാവത്തെ ഉറപ്പിച്ചിട്ട് ഉണ്ണി ശ്വാസം നിർത്തിയപ്പം എല്ലാവരുടെയും ശ്വാസം നിന്നു. അതാണ്ടായത്. പേടിക്കേണ്ട, ഞാൻ പോണു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെ ഭഗവാൻ ശ്രീഹരി നേരെ ഇങ്ങോട്ട് ചെന്ന് എവിടേക്ക്? ഈ ഉണ്ണിയുടെ മുമ്പിലേക്ക്, കാട്ടിലേക്ക്. അത് തപസ് ചെയ്യണതിന്റെ മുമ്പിലേക്ക് ഭഗവാൻ വന്ന് നിന്നപ്പം ആര് കണ്ടില്ല? ഈ ഉണ്ണി കണ്ടില്ല. എന്താ കാരണം? കണ്ണ് തുറന്നില്ല, അതുകൊണ്ട് കണ്ടില്ല. എന്താ കണ്ണ് തുറക്കാണ്ടിരിക്കാൻ കാരണം? കണ്ണ് തുറക്കാണ്ടിരിക്കാൻ കാരണം അകത്ത് കാണണണ്ടേ, അതുകൊണ്ടാണ്. ഈ അകത്ത് കാണണവര് പുറത്തേക്ക് അധികം നോക്കില്ല. ഈ അകത്തൊന്നും കാണാനില്ലാത്തവരാണ് എപ്പോഴും ഇങ്ങനെ ഒന്നും അകത്തൊന്നുമില്ല, പിന്നെ പുറത്തേക്ക് നോക്കിയിരിക്കുക, ഇടവഴിക്ക് നോക്കിയിരിക്കുക, അല്ലാണ്ട് എന്താ കാര്യം? അകത്ത് കാണാനുള്ളവര് പുറത്തേക്ക് അതാ ഈ മഹർഷിമാരൊക്കെ കണ്ടില്ലേ എപ്പോഴും? മഹർഷിമാരുടെ ആധാർ കാർഡ് നോക്കി എപ്പോഴും അതില് എപ്പോഴും ഇങ്ങനെ കണ്ണടച്ച ഫോട്ടോ കാണും. എന്താ കാരണം? മഹർഷിമാർ എപ്പോഴും കണ്ണടച്ചിട്ടാ. കാരണം എന്താണെന്നറിയോ? അവരെപ്പോഴും അകത്ത് കാണുകയാണേ, അതുകൊണ്ടാണ് അവര് കണ്ണ് പുറത്തേക്ക് നോക്കാത്തതേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ണടച്ചവരൊക്കെ ഉണ്ടാവും, എല്ലാവരും അകത്ത് കാണുന്നവര് ഉറങ്ങിപ്പോയതോ. തെറ്റിദ്ധരിക്കരുത്. മഹർഷിമാരൊക്കെ എങ്ങനെയാണ്? അകത്ത് ഇങ്ങനെ ഭഗവാന്റെ ആ സ്വരൂപം ഇങ്ങനെ നന്നായിട്ട് പ്രകാശിച്ച് കാണുന്നുണ്ട്, അവര് പുറത്തേക്ക് നോക്കില്ല. ഈ കുമാരനാണെങ്കിൽ ഭഗവാന്റെ ആ മഹിമ ഹൃദയത്തിൽ ഇങ്ങനെ നന്നായിട്ട് തിളങ്ങി കാണുകൊണ്ടേ പുറത്തേക്ക് നോക്കിയതേ ഇല്ല. ഇല്ലെങ്കിലും അകത്ത് ഭഗവാന്റെ ആ മഹിമ നല്ലോണം കണ്ടവര് പിന്നെ പുറത്തേക്ക് അധികം നോക്കില്ല. എന്താ വെച്ചോ, ഈ അത്രയ്ക്ക് കേമായതൊന്ന് പുറത്ത് വേറെ ഇല്ലേ? അതിനേക്കാളും കേമായത് വേണ്ടേ പുറത്തേക്ക്, എന്നാലല്ലേ നോക്കുള്ളൂ. അത് പണ്ട് വട്ടേരിപ്പാട് പറഞ്ഞില്ലേ, എങ്ങനെയുള്ളതാ ഭഗവാന്റെ സ്വരൂപം? സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഭഗവാനെ ഇല്ലേ, എങ്ങനെയുള്ളതാ അങ്ങയുടെ സ്വരൂപം? സൗന്ദര്യോത്തരതോപി. അത് വല്ലാത്ത പ്രയോഗം. ഇപ്പൊ പട്ടരിക്ക് അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം. അങ്ങയുടെ രൂപം ഭൂമിയിൽ സൗന്ദര്യമുള്ളതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ അപ്പുറത്തേതാ അങ്ങയുടേത്. അതിനേക്കാളും വലിയൊന്നും ഇല്ലേ? അതങ്ങടെ ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം. അത്ഭുതാണ് അങ്ങയുടെ മഹിമ. അത്ഭുതായിലും വെച്ച് അത്ഭുതാണേ. കസ്യ കുതുകം ന പുഷ്ണാതി. ആർക്കും അത് കണ്ട കൗതുകാവാണ്ടിരിക്കുക? എല്ലാവർക്കും കൗതുകവും. അതുകൊണ്ട് ആ കൗതുകമുള്ള സ്വരൂപം കണ്ടവര് പിന്നെ എന്തൊക്കെ നോക്കിയാലും ഒന്നും നോക്കിയാൽ നേരെയാവില്ല. എന്താ കാരണം? നമ്മൾ ഈ പഞ്ചസാര തിന്നിട്ടേ ഇങ്ങനെയുണ്ടല്ലോ, മധുരമുള്ളത് പിന്നെ കഴിച്ചാൽ എന്തുണ്ടാവില്ല? വേറെ നമ്മൾ നല്ലോണം മധുരം കഴിച്ചതിന്റെ ശേഷം വേറെ ഒരു അന്യമധുരം കഴിച്ചാൽ മധുരം തോന്നില്ല. ഭഗവാന്റെ മഹിമ ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പുറപ്പെട്ടാൽ പിന്നെ എന്ത് മഹിമ നോക്കിയാലും
ഒന്നും തോന്നില്ല. അങ്ങനെ ഉണ്ടായത്. ആ രൂപം ഭഗവാന് മനസ്സിലായി, ഇത് തന്നെ തുറക്കില്ല എന്ന് കണ്ടപ്പം ശ്രീഹരി ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ ആ ഉണ്ണിയുടെ ഉള്ളിലിരിക്കുന്ന സ്വരൂപല്ലേ, അത് മെല്ലെ അങ്ങോട്ട് മറച്ചു. ഉള്ളിലത്തെ രൂപം അങ്ങോട്ട് കാണണ്ടേ. ഇപ്പം ദാ ആ ഉണ്ണി കണ്ണങ്ങോട്ട് തുറന്നു. കണ്ണ് തുറന്ന് മുമ്പിൽ നോക്കിയപ്പോ എന്തേ കണ്ടത്? സവൈ, അതാ കണ്ടത്. സവൈധിയ യോഗ വിപാക തീവ്രയ ഹൃത്പത്മകോശേ സ്ഫുരിതം തടിൽ പ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശ. ഏതൊരു സ്വരൂപാണോ തന്റെ ഹൃദയത്തിൽ ഇത്രയും നേരം തെളിഞ്ഞു മിന്നി പ്രകാശിച്ചു നിന്നത്, അതേ സ്വരൂപം മുമ്പിൽ അതാ നിൽക്കണോ. ഹൗ, ആ ഭഗവാന്റെ മഹിമ ഇങ്ങനെ കണ്ടപ്പോഴേ എന്താ വേണ്ടത്? നിശല്യാതിൽ അത്ഭുതം കണ്ട് വന്നപ്പോഴേ അത്യന്തം കണ്ട് കോരിത്തെരിച്ച് ആ ഒരു രോമാഞ്ചകഞ്ചുകനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ കുമാരൻ ഭഗവാൻ ഇങ്ങനെ നോക്കി ഒന്ന് സ്തുതിക്കുകയോ വേണ്ടോ, നമസ്കരിക്കുകയോ വേണ്ടോ, തൊഴണോ, ഒന്ന് തൊട്ട് നോക്കണോ എന്നൊക്കെ ആർക്ക് തോന്നി. എന്താ വേണ്ടത്? നിശല്യന്റെ ആവുക എന്ന് പറയില്ലേ, അന്താളിക്കുക എന്നാ പറയും. അന്താളിച്ച് ഇങ്ങനെ നിൽക്കണോ. ഭഗവാനാണെങ്കിൽ ചിരിച്ചും കൊണ്ട് ആ അന്താളിച്ച് നിൽക്കണ ഉണ്ണിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ആ കയ്യും കൂപ്പി തൊഴുത് നിൽക്കല്ലേ തന്റെ മുമ്പില്. ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ശംഖില്ലേ, ശംഖ് കൊണ്ടുപോയിട്ട് കൃതാഞ്ജലിം, എങ്ങനെ കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുന പസ്പർശപാലം കൃപയാ കപോലേ. ആ ശംഖ് കൊണ്ടുപോയിട്ട് ആ ഉണ്ണിയുടെ കവിളത്ത് കൊണ്ടുപോയിട്ട് പസ്പരിശ, ഒന്ന് സ്പരിശിച്ചു. എങ്ങനെ? കൃതാഞ്ജലിം, കയ്യും കൂപ്പി തൊഴുത് നിൽക്കണം ഉണ്ണിയുടെ അടുത്ത്. നമ്മൾ കുട്ടികളെയൊക്കെ കണ്ടാൽ കൗതുകത്തിനൊന്ന് കവിളത്തൊന്ന്, ഏത് കുട്ടിയല്ല നമ്മളാ എന്താ കുട്ട ഉണ്ണിയെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇങ്ങനെ തട്ടില്ലേ കവിളത്ത്. അത് വാത്സല്യം. അങ്ങനെയല്ല ഭഗവാന്റെ വാത്സല്യം. ആ ശംഖുണ്ട്. എന്ത് ശംഖ്? ബ്രഹ്മമയേന കമ്പുന, ബ്രഹ്മാനന്ദ സ്വരൂപമായ ശംഖ. ആ ശംഖ കൊണ്ടുവന്നിട്ടാണ് ഭഗവാൻ കവിളത്തൊന്ന് തൊട്ടു. തൊട്ടപ്പോഴേക്ക് എന്തേണ്ടായത്? ഒന്നും പറയണ്ട. അതിനങ്ങോട്ട് തോന്നല്ലേ, അകത്തങ്ങോട്ട് ഇങ്ങോട്ട് പടർന്ന് പിടിച്ചില്ലേ വെളിച്ചം. ഭഗവാന്റെ ആ ജ്ഞാനത്തിന്റെ വെളിച്ചം ഇങ്ങോട്ട് പരന്നു സകല ദിക്കിലും. തോന്നേണ്ടതൊക്കെ ഇങ്ങോട്ട് തോന്നി. ഉണ്ണി ഇങ്ങനെ കണ്ണീരോടെ കൈ കൂപ്പി ഭഗവാന്റെ തൃപാദം തന്നെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് നല്ലോണം സ്തുതിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ മഹിമ യോന്ത പ്രവിശ്യ. അങ്ങനെയല്ലേ ഉണ്ടായത്? യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗതീം പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാനെ, ഏതൊരു ഭഗവാനാണോ എന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ട് എന്റെ വാക്ശക്തിയെ ഉണർത്തിയത്, അല്ലേ, എന്റെ ക്രിയാശക്തിയെ ഉണർത്തിയത്, എന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉണർത്തിയത്, എന്തിന്? കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഉണർത്തി പ്രകാശിപ്പിച്ചത്. എന്തിനു പറയണോ? പ്രാണങ്ങളെ, എന്റെ പ്രാണശക്തിയെ ഉണർത്തിയത്. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ പരമപുരുഷനായ ഭഗവാനെ ഞാൻ ദാ നമസ്കരിക്കുന്നു. ഒന്നേ പറയാനുള്ളൂ. എന്ത്? അടിയൻ അത്രയേ വേണ്ടു. എങ്ങനെ? ഭക്തി മോഹ, ഭക്തി ഉണ്ടാവണം. എത്രയാ വേണ്ടത് ഉണ്ണി? മോഹോ, കുറേ വേണം. എത്രേ? മോഹോ പ്രവഹതാം, കണക്കില്ലാണ്ട് ഉണ്ടാവണം. ഇങ്ങനെ ഒഴുകി ഒഴുകി വരണം. എങ്ങനെ? ത്വയിമേ പ്രസംഗോ, ഭഗവാനോട് എന്നും എനിക്ക് സംസർഗം ഉണ്ടാവണം. പോരാ. എങ്ങനെ? ഭൂയാൻ അനന്തമഹതാം അമലാശയാനാം യേനാം ജസോദ്ബണമുരുവ്യസനം ഭവാബ്ധിം നിക്ഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്ത. ഭഗവാന്റെ കഥകള് പറഞ്ഞും കേട്ടും പാടിയും രസിച്ചും അതിലങ്ങനെ മുഴുകി ഭഗവത് ഭക്തന്മാരുടെ കൂടെ കൂടി തൃപാദം ഭജിച്ച് കഴിച്ച കൂട്ടി വൃത്തയുടെ തൃപാദം ചേരാനുള്ള ഭാഗ്യം അതേ വേണ്ടു. ആര് പറഞ്ഞു? കുമാരൻ നമസ്കരിച്ചു. ഭഗവാൻ ആ ഉണ്ണിയെ അടുത്തേക്ക് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ച പുറത്ത് തലോടിയിട്ട് താടി ഇങ്ങനെ പൊക്കി ഇങ്ങനെ മുഖത്തേക്ക് ചേർത്തിട്ട് ചോദിച്ചു, ഉണ്ണിയെ, ഉണ്ണി ഇപ്പൊ എന്തിനാ ഇപ്പൊ പുറപ്പെട്ടത്? അച്ഛന്റെ മടിയിൽ കയറിയിരിക്കണം എന്ന് മോഹിച്ചിട്ടല്ലേ ഉണ്ണി ഇപ്പൊ അങ്ങനെ കലശല് കൂട്ടി പുറപ്പെട്ടത്? ഏയ്, അച്ഛന്റെ മടിക്ക് ഇപ്പൊ കൂടിയ എത്ര ഉയരം ഉണ്ടാവും? 1 മീറ്റർ തകിയോ? ഉണ്ടാവില്ല. എന്നാലേ ഭഗവാൻ ഇനിയിപ്പോ ഉണ്ണി ഇരുത്താൻ പോണത് അത്രയൊന്നും ഉയരത്തിലല്ല. ഇനി ഇതിന്റെ മുകളിൽ ഒരാൾ ഇരിക്കില്ല, അത്രയ്ക്ക് ഉയരത്തിലായിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു പദവി കൊടുത്തു. അതിന്റെ പേരാണ് ധ്രുവ പദവി. എന്താ പേര്? ധ്രുവ പദവി കൊടുത്തു. ഉണ്ണേ, ആ ധ്രുവ പദവിയിൽ ഇരുന്ന് വാഴുക. എന്നിട്ട് ഇത് വേണം, സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ഉണ്ണിയെ കണ്ട തൊഴുത് പ്രദക്ഷിണം കഴിച്ചിട്ടേ പോവുള്ളൂ, മറികടന്ന് പോവില്ല എന്ന് പറഞ്ഞു. അച്ഛന്റെ നാട് അനവധി കാലം വാഴുക. എന്നിട്ട് വൈകുണ്ഠത്തേക്ക് ഇങ്ങടെ
പോരുക. ആരെ അനുഗ്രഹിച്ചു? കുമാരനെ അനുഗ്രഹിച്ചു. ഭഗവാൻ പോയി. ഭഗവാൻ പോയപ്പോഴാണ് ഉണ്ണിക്ക് തോന്നി, അയ്യേ അബദ്ധായിന്ന്. എന്താ വേണ്ടത് ചോദിച്ചില്ലേ? ഇപ്പൊ എന്താ വാങ്ങിയത്? ധ്രുവ പദവി. ശിവശിവ, എന്ത് പദവി ഉണ്ടായിട്ട് എന്താ കാര്യം? എന്ത് പദവി ഉണ്ടായിട്ട് എന്താ കാര്യം? എല്ലാ പദവിക്കും ഇല്ലേ ഒരു 56? അർത്ഥം പറഞ്ഞ് മനസ്സിലാവണില്ലേ? ഏത് പദവിയിലിരുന്നാലും അതിനൊക്കെ ഒരു അറ്റണ്ട, ഒരു അതിർത്തിയുടെ അവസാനം ഉണ്ട്. എന്നും ഇങ്ങനെ പദവിയിലിരിക്കും. നമുക്കറിയില്ല ഓരോ പദവിയിലൊക്കെ ഇരുന്നവരിപ്പോ തെന്നി ഇറങ്ങി നടക്കണത്. പദവി കഴിഞ്ഞു, ശരിയല്ലേ? ഇത് അത്രയുള്ളൂ. ഇരിക്കുമ്പോ ഒക്കെ കേമാണേ. ഇതിപ്പം ഇന്നുണ്ടായി നാളെ ഇല്ലേണ്ടാവണ പദവി അല്ലേ ചോദിച്ചത്. ഭഗവാനോട് എന്താ ചോദിക്കേണ്ടത്? ശരിക്കേ ആ വൈകുണ്ഠസ്ഥാനത്തേക്ക് കണ്ട് കൊണ്ടുപോണേ എന്ന് പറയാനാച്ച തോന്നിയതും ഇല്ലേ? ഈ ദേവന്മാര് വല്ലവരും ഉള്ളിലേക്ക് കയറിയിട്ട് കശപിശ കൂട്ടിയിട്ട് അന്തല്ലേണ്ടി ആക്കിയെന്നാ തോന്നണത്. ആര് പറഞ്ഞു? കുമാരൻ. ഉള്ളിലൊരു വ്യസനൊക്കെ തോന്നി. അപ്പോഴേക്ക് മഹാരാജാവ് വർത്തമാനം അറിഞ്ഞു. ഉത്താനപാദ മഹാരാജാവ് എന്ത് ചെയ്തു? ഉത്താനപാദ മഹാരാജാവ് ശ്രദ്ധിക്കണം, ഈ കുമാരനെ തപസ്സിന് പറഞ്ഞയച്ചതിന്റെ ശേഷം നാരദമുനി പറഞ്ഞയച്ചില്ലേ? ഒരു നാരദമുനി എവിടേക്കാ പോയതെന്ന് അറിയും? ഉത്താനപാദ മഹാരാജാവിന്റെ അടുത്തേക്കാ പോയത്. മഹാരാജാവ് ആണെങ്കിൽ ഇങ്ങനെ തടിക്ക് കയ്യും കൊടുത്ത് നമ്മുടെ അമ്മമാരൊക്കെ വൈകുന്നേരം സീരിയലും കണ്ടു മരിച്ച വീട്ടിലൊക്കെ ഇരിക്കണ മാതിരി ഇരിക്കണണ്ടല്ലേ? എന്താ മുട്ടിയമ്മേ? ഒരു മൂളലേ ഉണ്ടാവുള്ളൂ. ചത്തോ ചോദിച്ചാ ഇല്ല, ജീവനുണ്ടോ ചോദിച്ചാൽ അതും ഇല്ല. എന്തല്ലേ അജാതി അന്തല്യായിട്ടിരിക്കുകയാണ്. ആര്? ഈ ഉത്താനപാദ എന്താ രാജാവേര് അന്തല്യായ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒന്നുമില്ല, എന്റെ ഉണ്ണി കാട്ടിക്ക് പോയി അതിന് സിംഹം പിടിച്ചു വശല്ല, കടുവ പിടിച്ചു വശല്ല, പുലി പിടിച്ചു വശല്ല. രാജാവ് ഇങ്ങനെ നിലവിളിക്കണേ. അപ്പൊ മഹർഷി പറഞ്ഞു, അങ്ങയുടെ ഉണ്ണി അങ്ങനെ കടുവയും പുലിയൊന്നും പിടിക്കില്ല, അതിനേക്കാളും വലിയ പുലി അത്. നമ്മളല്ല അങ്ങനെ പറയില്ലേ? മഹാകേമനെ ആള് പുലിയെ എന്താർത്ഥം? കടിച്ചു കീറുന്ന മഹാകേമനാണ്, അങ്ങനെയൊക്കെ പറയില്ലേ? അതാണ് പുതിയ ഭാഷ. അർത്ഥം മഹാകേമനാണേ. രാജാവ് ഇപ്പൊ നിലവിളിക്കുമ്പോൾ ചെറിയൊരു സംഗതി മനസ്സിലാക്കണം. ഈ ഉണ്ണി അന്ന് അച്ഛന്റെ മടിയിലേക്ക് കയറിയിരിക്കുകയാണ്, അന്ന് മോഹാന്നും പറഞ്ഞു വന്നപ്പം രാജാവ് എന്താ ചെയ്തത്? പറഞ്ഞോളൂ, കഥ കേട്ടാലല്ലേ നമ്മള്. രാജാവ് എന്താ ചെയ്തത്? രാജാവ് ചെയ്തില്ല. ആരാ ചെയ്തത്? ഈ സുരുചിയാണ് പറഞ്ഞത് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നാ ഈ രാജാവിന്റെ മുമ്പിൽ നിന്ന് അത് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് 2 ത്രശ വലിപ്പുള്ള ചെകിടും അതിന് ത്രശ വലിപ്പുള്ള ഓട്ടയുണ്ട്. രാജാവ് കേട്ടിട്ടുമുണ്ട്. എന്നാ രാജാവിന് പറയരുത് എന്ത് നാവൊന്ന് നിവർത്തി, സുരുചി ആ കുട്ടിയും പിടുത്തിയാണ്, ലേശം നേരം ഇവിടെ ഇരുന്നോട്ടെ, കഥ കുറച്ച് സാവധാനത്തിൽ മതി, ഒരു കഥ കടന്ന കഥയൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു വെച്ചാൽ നാളെ വളരെ അടക്കത്തിൽ നിൽക്കില്ലേ അവിടെ? ശരിയോ തെറ്റോ? ശരിയല്ലേ? അത് രാജാവ് ചെയ്തുവോ? ചെയ്തില്ല. അതൊന്നിപ്പോ എന്തായി? തലയിലേക്ക് കയറാൻ തുടങ്ങി. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിനെ പറയുന്ന പേരാണ് നമ്മള് ചില ദൗർബല്യങ്ങളാണ്. നമ്മള് ഇപ്പോ ദശരഥൻ എന്ന് പറഞ്ഞൊരു യോഗ്യനെ കേട്ടിട്ടില്ലേ? ദശരഥൻ കേട്ടിട്ടില്ലേ? അവനെ വായന നടത്തുക നല്ലത്. ദശരഥനെ കേട്ടിട്ടില്ലേ? ഔവേ കേൾക്കാണ്ടിരിക്കില്ല. ദശരഥനൊക്കെ നമ്മുടെ സ്വന്തം അല്ലേ ആള്. ദശരഥ മഹാരാജാവിനെ പോലെ ഒരു മഹിമയുള്ള ഒരാള് വാൽമീകി രാമായണം വായിച്ചാൽ പിടുത്തം കിട്ടില്ല. വാൽമീകി രാമായണത്തിൽ അദ്ദേഹത്തെ കുറിച്ച് രാജഋഷി, മഹായോഗ്യൻ, എന്തൊക്കെ മഹിമ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദശരഥനെ കുറിച്ചിട്ട് ആദ്യത്തെ ആ ബാലകാണ്ഡത്തിലെ വർണ്ണിക്കുമ്പോ പറയേ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ പെണ്ണ് കേസ് പെട്ടതിന്റെ ശേഷം, പെണ്ണ് കേസോ? അത് കൈകൈയുടെ കേസില്ലേ? പെണ്ണ് കേസ് എന്നൊക്കെ പറഞ്ഞ അശ്ലീലല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. കൈകൈയുടെ കേസ് മനസ്സിലായില്ലേ? കൈകൈ അന്ന് രാജാവിനെ വട്ടത്തിലാക്കിയില്ലേ? അതിന്റെ ശേഷം രാജാവിനെ ഇപ്പൊ നമ്മൾ പറയുമ്പോ ശരിയല്ലേ? ഇത് അദ്ദേഹം തന്നെ പറയും ചെയ്തു, ഇവളെ എന്നെ ഇങ്ങനെ ശരി തന്നെയാണ്. രാജാവിന് ഭാര്യമാര് വേറെ 2 പേരുണ്ടായിരുന്നു. കൗസല്യ ഉണ്ട്, സുമിത്രയുണ്ട്. കൗസല്യയുടെ അടുത്തൊക്കെ ഓണത്തിനൊരു ഡബിൾ മുണ്ടായിട്ട് പോവുകയുള്ളൂ. കൗസല്യ ഓണല്ലേ? സുമിത്രയ്ക്ക് എന്തോ ഒരു തോർത്തുമുണ്ട് അങ്ങനെ കൊടുത്തയക്കാം പണിക്കാരത്തിയുടെ കയ്യിൽ, കാണാനില്ല. പക്ഷേ പട്ടുസാരി, പച്ചക്കരയുള്ള പട്ടുസാരി ആർക്കാ കൊണ്ടുപോയി കൊടുക്കുക? സ്വർണം പതിച്ചത് കൈകൈക്ക്. ഓട്ടോറിക്ഷ കാറിൽ കയറിയിട്ട് പാർക്ക ബീച്ചിക്കൊക്കെ മാളിലേക്കൊക്കെ പോകുക ആരാണ്? കൈകൈ. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുണ്ടോ? അങ്ങ് കൈകൈ ഇത്തിരി സുന്ദരിയാണ്. കൈകൈ അത് മനസ്സിലാക്കി രാജാവിനെ വളച്ചു പിടിച്ചു. എന്തായി ഒടുക്കം? രാജാവ് തന്നെ പറയുന്നത്, നമ്മൾ അശ്ലീലം പറയുന്നൊന്നല്ല കേട്ടോ. വാൽമീകി രാമായണം വായിച്ചു നോക്കും. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞത് കുറച്ചേ ഉള്ളൂ എന്ന് വരും. നമ്മളതിൽ ഇത്തിരിയൊക്കെ മര്യാദയുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ രാജാവിനെ വട്ടം പിടിച്ച് കൊണ്ടു നടന്നു. കാളക്കൂറ്റിന്റെ മൂക്ക് കയറും പിടിച്ച് നടക്കണ എത്ര പോന്ന ചെക്കന്റെ മാതിരിയാണ് ഇപ്പൊ ആര് കൊണ്ടു നടക്കുന്നത്? ഒരു വലിയ മഹാരാജ്യത്തിന്റെ രാജാവിനെയാണ് കൈകൈ ഇവിടേക്ക് അവിടേക്ക് രാജാവ് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഓർമ്മയില്ലതൊക്കെ എന്തേ കാരണം? ഇതിന്റെ പേരാണ് സ്ത്രീജിതത്വം. എന്താ പറയുക? സ്ത്രീജിതത്വം. സ്ത്രീജിതത്വം പറഞ്ഞാൽ രാജാവ് ആ സ്ത്രീ വിഷയത്തിൽ അങ്ങോട്ട് വിട്ടുപോയി. ഇവിടെയാണെങ്കിൽ ഉത്താനപാദന ഏത് പെട്ടത്? സ്ത്രീ ജീവിതം തന്നെയല്ലേ ഇവിടെ ഉണ്ടായത്. ഇതൊക്കെ സമാനമായിട്ട് നമ്മൾ ചേർത്ത് കണ്ടുപിടിച്ച് മനസ്സിലാക്കണേ. ഇദ്ദേഹം അതിലാ പെട്ടത്. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയൂ? എല്ലാം ആവാം, ഒന്നിലും പെടരുത്. മനസ്സിലായില്ല? എല്ലാം ആവാം കുറേശ്ശൊക്കെ, പക്ഷെ ഒന്നിലും പെടരുതേ. നമ്മൾ ജീവിക്കണത് വെള്ളം കുടിച്ചിട്ടാണ്. വെള്ളം കുടിച്ചില്ലേ മരിച്ചോ? ഇല്ലേ? മരിക്കാത്തവരുണ്ടോ?
വെള്ളം കുടിച്ചില്ല വെച്ചാൽ ആരെങ്കിലും മരിച്ചു പോവില്ല. ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ട. അത് മനുഷ്യന്റെ അല്ല, എല്ലാ ജന്തുക്കൾക്കും വേണ്ടതാ വെള്ളം കുടിക്കുക. നമ്മൾ വെള്ളം കുടിക്കുന്നത് എവിടുന്ന? പെറ്റ് വീണ് അന്ന് തുടങ്ങിയിട്ടേ നമ്മുടെ മുറ്റത്തെ മീനന്റെ ആശി നമ്മുടെ പഴയ കിണറില്ലേ, എത്ര 500-600 കൊല്ലം പഴക്കമുള്ള കിണറുണ്ട് അവിടെ ഇരിക്കണം. അതിന്ന് വെള്ളം കോരിയിട്ടാണ് തലമുറയായിട്ട് കുടിച്ച് നമ്മുടെ ജീവൻ നിലനിർത്തി പോകുന്നത്. ശരിയല്ലേ? ഇത് എത്രയോ കാലമായിട്ട് ഇന്ന് വെള്ളം കോരിയിട്ടാണ് നമ്മൾ കുടിക്കണതൊക്കെ. ഒരു ദിവസം വെള്ളം കോരിയിറന്ന് നമ്മളെ വഴുക്കിയിട്ട് കണ്ടിക്ക് അങ്ങോട്ട് പോയേ. അപ്പൊ വടക്കേലെ നാരായണനേരെ അപ്പുറത്തെ പറമ്പെന്നത് കാണുന്നുണ്ട് നമ്മൾ കണ്ടിക്ക് പോണ്ട്. അദ്ദേഹം പറഞ്ഞു, ആരല്ല കുടിക്കണ വെള്ളമല്ല, വിഷമൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞു. എന്തായി എന്നിട്ട്? ശരി തന്നെയാണ്, കുടിക്കണ വെള്ളമാണ്, വിഷമൊന്നും അല്ല. പിറ്റേന്ന് എങ്ങനെയാ വന്നത്? നമ്മൾ വെളുത്ത് ധരിച്ച് സുന്ദരനായി ഇങ്ങനെ തെക്കോട്ട് നോക്കി. ശരിയല്ലേ ഇത്? അപ്പൊ കുടിക്കണ വെള്ളം, ഈ വെള്ളം കുടിച്ചിട്ടാണ് ഇത്രയും കാലം നമ്മൾ ഈ ജീവൻ നിലനിർത്തി പോകുന്നത്. ഇപ്പം ഇതിൽ തലകുത്തനെ വീണിട്ടാണ് ആ ജീവൻ തെക്കോട്ട് പോയത്. പറഞ്ഞ മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. ആവാം കുറേശ്ശൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് വായിക്ക് ഒഴിക്കണേനൊക്കെ നന്ന്, പക്ഷെ തലകുത്തിന് അതിലേക്കായാലോ. മനസ്സിലായില്ലേ? ഓരോന്ന് അതിന്റെ സ്ഥാനത്താവാം. നിർത്തേണ്ടതിനെയൊക്കെ നിർത്തേണ്ട ദിക്കിൽ നിർത്തണം, ഇല്ലെങ്കിൽ അത് നമ്മൾ നിർത്തും. എന്റെ പറഞ്ഞില്ലേ, ആരോ പറഞ്ഞു, ആഫീസിൽ വന്നപ്പോൾ പറഞ്ഞതാ, ഞാൻ എൻ്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്തുന്നു. ഭാര്യയാണ് വരയ്ക്കുകയെന്ന് പറഞ്ഞു. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നന്നായി പേടിയായിരുന്നു ആദ്യയാളെ കാണുമ്പോൾ. ഒക്കെ പോയി അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ നമ്മള് അങ്ങനെ ഭാര്യ ഭർത്താവ് എന്നല്ല പറയും, എന്തിനേയും നിർത്തേണ്ടതിനെ നിർത്തേണ്ട ദിക്കിൽ നിർത്തണം. എന്നുവെച്ചാൽ വലിയ കട്ടാണേ. ഒരു കഥയും പണ്ടൊരു സ്വാമിയാരെ നടന്നു. സ്വാമിയാർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വാമിയാരുടെ താടിയും കൂടി ഒരു ഉറുമ്പ് അങ്ങോട്ട് കയറിപ്പോയി. അപ്പൊ ആരോ പറഞ്ഞു, സ്വാമി ഉറുമ്പ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു, അഹം ബ്രഹ്മാസ്മി. അയാൾക്ക് മനസ്സിലായില്ല. അയാൾ ഈ ഉറുമ്പിനെ ഓടിക്കാൻ എന്തോ വിദ്യയാണെന്ന്. അദ്ദേഹം അങ്ങോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണല്ലോ, ഇത് കയറി പോണത് കണ്ടില്ല വെച്ചിട്ട്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നിരീക്ഷിച്ചു, പാവ ഉറുമ്പേ, വഴി തെറ്റി കൂട്ടം തെറ്റി അബദ്ധത്തിൽ എന്റെ താടിയുമേ കയറിയത്. അതിപ്പോ എന്റെ അമ്മയെ കാണാതെ അച്ഛനെ കാണാതെ കഷ്ടത്തിലാവുണ്ടാവും. സങ്കടം കൊണ്ട് സ്വാമിയാർ എന്ത് ചെയ്തു? ഈ താടി ഇങ്ങനെ പിടിച്ച് നടന്ന് പറമ്പിലൊക്കെ നോക്കിയപ്പോ പറമ്പിലൊരു ഉറുമ്പിന്റെ വലിയൊരു ഉറുമ്പും കൂട് കണ്ടു. കട്ടുറുമ്പിന്റെ കൂടെ സ്വാമിയാര് താടി കൊണ്ടുപോയിട്ട് അതിലേക്ക് വെച്ചു കൊടുത്തു. ഇറങ്ങിക്കോളൂ, എന്റെ അമ്മയിലുണ്ട്, അച്ഛനും അതിലുണ്ട്, ഉണ്ണിയെ ഇറങ്ങിക്കോളൂ എന്നും പറഞ്ഞു. ബാക്കി നമ്മൾ തന്നെ വിസ്തരിക്കണ്ടല്ലോ. ഇപ്പൊ എന്തിപ്പുണ്ടായത്? അതാണ്, ആ ഉറുമ്പ് കയറി പോയ സമയത്തിന് തട്ടിക്കളഞ്ഞ ഉറുമ്പ് ചാവൂല്ല, നമ്മുടെ താടിയും മുടിയൊക്കെ അങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഇതിപ്പോ എന്തിപ്പുണ്ടായത്? ആസ്പത്രിക്ക് കൊണ്ടുപോയിണ്ടാവും. എല്ലാക്കേക്കും കയറി പാഞ്ഞു പോയില്ലേ ഇപ്പൊ ഇത് സാധനം നിച്ചർത്ഥം. അപ്പൊ ഓരോന്നിനെയും നമ്മൾ ഓരോന്നിന്റെ സമയത്ത് വേണ്ടത് വേണ്ട മാതിരി. രാജാവ് ഈ സുരുചിക്ക് കുറച്ച് അധികം അങ്ങോട്ട് കൊടുത്തത് കാരണം എന്തായി? സുരുചി എന്നിട്ട് ഇപ്പൊ കരയണേ. അത് അങ്ങനെയാണ്. ഇത്തരത്തിൽ നമ്മൾ എത്ര വലിയ മഹിമകൾ ഉണ്ടെങ്കിലും ചില ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ മഹിമ ശോഭിക്കില്ല. ഒന്നും കൂടി പറയാട്ടോ പറഞ്ഞത്. കഥ കേട്ട് പോയിട്ട് ഒരു കാര്യമില്ലേ. എന്താ നമ്മൾ എത്ര യോഗ്യനായിക്കോട്ടെ, വലിയ യോഗ്യതയ്ക്കുള്ള ആളാണ്, ഒക്കെ നന്ന, പക്ഷേ അതിനെയൊക്കെ ഇല്ലേണ്ടേക്കാൻ ചെറിയ ചില ദൗർബല്യങ്ങള്, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, വീക്ക്നെസ്. വലിയ ചെപ്പോടാണേ, പറഞ്ഞത് കാര്യമില്ല. എന്നിട്ടൊക്കെ ഒരു ഓട്ടയാണ്. എന്താ കാര്യം? വെള്ളം കോരിക്കോളൂ വൈകുന്നേരം വരെ. എന്താ ഉണ്ടാവണത്? ഉണ്ടാവുമോ? ഈ ഓട്ടയെ കൂടിയൊക്കെ ഈ ഓട്ടയുടെ പേരാണ് ഈ ദൗർബല്യം. അപ്പൊ ദൗർബല്യം വഴിയിൽ ദശരഥൻ വലിയ യോഗ്യനാർന്നു. ഇത് കൈ എന്ന് പറഞ്ഞ ദൗർബല്യം വഴി എന്ത് പോയി? അദ്ദേഹത്തിന്റെ എല്ലാ മഹിമയും പോയില്ലേ. അദ്ദേഹത്തിന് സുരുചി വഴി പോയി. ഇതാണ് അതുകൊണ്ട് പറയുന്നത്, നിർത്തേണ്ടതിനേക്ക് നിർത്തണം. മഹാരാജാവ് മകൻ തപസ് കഴിഞ്ഞു എന്ന് കേട്ടിട്ട് മകനെ ആനപ്പുറത്ത് കയറ്റി കൊണ്ടുവന്നു. സന്തോഷമായി, എല്ലാവർക്കും വലിയ സന്തോഷം. അച്ഛനെ നമസ്കരിച്ചൊക്കെ ഉണ്ടായി. അപ്പൊ അമ്മയെ നമസ്കരിച്ചു, സുനീതി അമ്മയെ നമസ്കരിച്ചു. അമ്മയെ നമസ്കരിച്ചപ്പോ ഈ ചെറിയമ്മയെ നമസ്കരിക്കാനായിട്ട് എങ്ങോട്ട് ചെന്നു? സുരുചി വെച്ചാലേ താനാണല്ലോ ഈ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ള മട്ടില് മിറ്റത്തെ തേക്കിന്റെ കുറ്റിയും പിടിച്ച് നിൽക്കുകയാണ്. അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാതെ വിഷമിച്ച് നിൽക്കുകയാണ്. സുരുചിയുടെ കാൽക്കൽ ചെന്ന് അങ്ങോട്ട് നമസ്കരിച്ചു. അമ്മേ, സുരുചിക്ക് വിഷമുണ്ട്, ഞാനാണല്ലോ എന്നൊക്കെ കുത്തിത്തിരിപ്പിന്റെ ആളെന്നുള്ളൊരു വിഷമുണ്ടല്ലോ. സുരുചി ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്. സുരുചി അമ്മോട് പറഞ്ഞു, ചെറിയമ്മ കരയണ്ട, ചെറിയമ്മയാണ് ഇതൊക്കെ തരാക്കി തന്നത്. ഏത് എന്ത് തരാക്കിയത്? ഇങ്ങനത്തെ ഓരോ ചെറിയമ്മമാര് കുടുംബത്തുണ്ടെങ്കിൽ എന്തൊക്കെ തരാവൂല്ലേ? പറഞ്ഞതിനർത്ഥം മനസ്സിലായില്ല അല്ലേ? ഇത്തിരി ധരിക്കാണ്ടേ. അതായത് നോക്കൂ, പ്രതിബന്ധങ്ങള് നമ്മളെ നമ്മൾ വിചാരിക്കും അനുകൂല സാഹചര്യമാണ് നമ്മളെ വളർത്തുക. തെറ്റ്. പ്രതികൂല സാഹചര്യം നമ്മളെ വളർത്തുക. എന്താണ്? അനുകൂല സാഹചര്യം അല്ല വളർത്തുക, പ്രതികൂല സാഹചര്യ വളർത്തുക. കാരണവന്മാരോട് ചോദിച്ചു നോക്ക്, അങ്ങനെ കാരണവരെ പഠിച്ചത്. അന്നൊന്നും ഉണ്ണിയെ ആ വഴി ബസ്സല്ലേ, ഇടവഴിയാണേ. ഞാൻ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ നടന്നിട്ടാ സ്കൂളിലേക്ക് പോയത്. ഇപ്പൊ കോളേജിലേക്കോ 8 കിലോമീറ്റർ നടന്നിട്ടാ പോയത്.
എന്നിട്ട് അവര് പഠിച്ചിട്ട് നേരെ നമ്മളിപ്പം അവനവന്റെ ഭൂമുഖത്തു നിന്ന് പെട്ടി കയറ്റണ മാതിരി വണ്ടിക്ക് കയറ്റുക, എന്നിട്ട് സ്കൂളിന്റെ ഭൂമുഖത്തേക്ക് പെട്ടി ഇറക്കണ മാതിരി ഇറക്കുക. എന്നിട്ട് എന്താ ഉണ്ടായത്? ഒക്കെ കൂടി വെട്ടിപ്പൂട്ടി വേറെ എവിടെയെങ്കിലും ഇറക്കേണ്ട മാതിരി ആയിപ്പോ. ഒരു കഥയില്ല. ശരിയോ തെറ്റോ? അപ്പൊ അനുകൂല സാഹചര്യങ്ങൾ ധാരാളം ഉണ്ട്, ഒന്നും നേരെയാവുന്നില്ല. പ്രതികൂല സാഹചര്യത്തിൽ വളർന്നതൊക്കെ നേരെയാവുകയും ചെയ്തു. എന്നുവെച്ചാൽ അർത്ഥം, അപ്പൊ ഈ മത്തങ്ങയുടെയും കുമ്പളങ്ങയുടെയും ഒക്കെ കുരു നടില്ലേ നമ്മള് പറമ്പില് നട്ടിട്ട് എന്ത് ചെയ്യും? ഈ വടക്കയിലെ കോഴി വന്ന് അത് പറിച്ച് തിന്നാണ്ടിരിക്കാൻ നമ്മൾ അതിന്റെ മുകളിൽ ഇങ്ങനെ മടലിന്റെ ഓരോ ഓളിയുടെ മടലൊക്കെ വെട്ടി വിലങ്ങനെ വെക്കും. എന്നിട്ട് നമ്മളാണെങ്കിൽ കാശിക്ക് പോവുകയും ചെയ്തു. നമ്മള് കാശിക്ക് പോയി 12ാമത്തെ ദിവസം തിരിച്ചു വന്നപ്പോഴൊക്കെ എന്താണ്ടായത്? മത്തങ്ങയുടെ കുരുവൊക്കെ ഇങ്ങനെ മുളച്ചിട്ട്, മത്തങ്ങയുടെ കുരു മുളച്ചിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോ തടസ്സം. ആ മത്തങ്ങത്തേക്ക് ഇഷ്ടമായില്ല. അത് ആ ഓലയുടെ മടലിന്റെ പഴുതി കൂടി ഇങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് കടന്നിട്ട് അങ്ങോട്ട് നീണ്ടിട്ട്, അപ്പോഴാണ് വടക്കേല മുട്ടിയമ്മ വന്ന ഓലയുടെ മടലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഈ തടത്തിൽ നട്ട മത്തങ്ങയൊക്കെ ഇങ്ങനെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് നട്ടിയ മാതിരി ഇത്ര നീളം. അപ്പുറത്ത് ഈ മറവ് വെക്കാത്തതാണെങ്കിലോ തിരികെ ഉള്ളൂ. അപ്പോഴാണ് മുട്ടമ്മയ്ക്ക് മനസ്സിലായത് തടസ്സപ്പെടുത്തിയ അത് കൂടുതൽ വളരുന്നു. എന്താണ്? തടസ്സപ്പെടുത്തിയാൽ കൂടുതൽ വളരുന്നു. തടസ്സപ്പെടുത്തുമ്പോഴാ കൂടുതൽ വളരുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെങ്കിലേ അങ്ങനെ പറയാറുണ്ട്, താനൊന്നും പഠിച്ചാൽ നേരെയാവില്ലടോ എന്ന് പറഞ്ഞു. അവനാണ് പഠിച്ച് കളക്ടറായി. കൊഞ്ചിച്ച് കൊണ്ടുവരുന്നതോ അപ്പോഴുണ്ട് വിച്ചിൻ തട്ടി നടക്കണോ? ചില തടസ്സങ്ങൾ വളർത്തും. അതുകൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാവുകൊണ്ടാണ് ഞാൻ വളരാണ്ട പോയത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ കണക്കാക്കണ്ട. എന്താ കാരണം? തടസ്സങ്ങള് വളരാൻ ഉപയോഗിക്കണം. എന്താണ്? തടസ്സങ്ങളെ വളരാൻ ഉപയോഗിക്കണം, തളരാൻ ഉപയോഗിക്കരുത്. ഇതാണ് ഇതിന്റെ പാഠേ. അങ്ങനെ ഉത്താനപാദ മഹാരാജാവിന്റെ പുത്രൻ അയോഗ്യനായ ധ്രുവകുമാരന്റെ ചരിത്രത്തിലെ ഒരു ഘട്ടം കഴിഞ്ഞു.